നമസ്കാരം. ബിഷപ്പ് അരിങ്കരേസ സൈലസിന്റെ തോക്കിൽ നിന്നുള്ള വെടിയുണ്ടയേറ്റ് താഴേക്ക് വീഴുമ്പോൾ സൈലസ് അരിങ്കരേസയെ താങ്ങി. ആ നിമിഷത്തിൽ സോഫി നബിയും റോബർട്ട് ലാങ്ടനും ഐസക് ന്യൂട്ടന്റെ ശവക്കല്ലറയുള്ള ആ പള്ളിയിലേക്ക് എത്തുകയാണ്. അവരെത്തിച്ചേർന്ന വെസ്റ്റ്മിൻസ്റ്റർ ആബി യഥാർത്ഥത്തിൽ ഒരു കത്തീഡ്രലെന്നോ ഇടവകയെന്നോ വിളിക്കപ്പെടുന്ന ഒന്നല്ല. ബ്രിട്ടീഷ് രാജവംശത്തിന്റെ കീഴിലുള്ള വെസ്റ്റ്മിൻസ്റ്റർ ആബി ഒരു അത്ഭുതം തന്നെയാണ്. 3000-ലധികം കല്ലറകളുള്ള വെസ്റ്റ്മിൻസ്റ്റർ ആബി ശില്പചാതുരി കൊണ്ടും ചരിത്ര പശ്ചാത്തലം കൊണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സൃഷ്ടി തന്നെയാണ്. രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ അറിയപ്പെടുന്ന സംഗീതജ്ഞരുടെയും പ്രമുഖരായ രാഷ്ട്രതന്ത്രജ്ഞരുടെയും ശാസ്ത്രജ്ഞരുടെയും എന്നുവേണ്ട അറിയപ്പെടുന്ന പലരുടെയും ശവക്കല്ലറകളുണ്ട്. 1-ാം എലിസബത്ത് രാജ്ഞിയുടെ ശവക്കല്ലറ അർത്ഥവൃത്താകൃതിയിൽ അതിമനോഹരമായി ഇപ്പോഴും സംരക്ഷിക്കപ്പെടുമ്പോൾ കാലങ്ങൾ കൊണ്ട് എഴുത്തുകൾ വരെ മാഞ്ഞുപോയ അനവധി ശവക്കല്ലറകൾ അവിടെ വേറെയുമുണ്ട്. വിശ്വപ്രസിദ്ധ ദേവാലയങ്ങളായ കാന്റർബറി, ഷാന്റേ തുടങ്ങിയ ദേവാലയങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിലാണ് വെസ്റ്റ്മിൻസ്റ്റർ ആബിയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. AD 1066 നോർമണ്ടിയിലെ വില്യം വിജേതാവിന്റെ കിരീടധാരണ ചടങ്ങ് മുതലുള്ള അനവധി ചടങ്ങുകൾ ഈ വെസ്റ്റ്മിൻസ്റ്റർ ആബിയിലാണ് നടന്നിട്ടുള്ളത്. എഡ്വേർഡ് രാജാവിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച ചടങ്ങും ആൻഡ്രൂ രാജകുമാരന്റെയും സാറ ഫെർഗൂസിന്റെയും വിവാഹം നടന്നതും അവിടെ വെച്ചാണ്. ഡയാന രാജകുമാരിയുടെയും ഹെൻറി 5-ാമന്റെയും 1-ാം എലിസബത്ത് രാജ്ഞിയുടെയും ശവസംസ്കാര ചടങ്ങുകൾ നടന്നതും വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ വെച്ചാണ്. വെസ്റ്റ്മിൻസ്റ്റർ ആബിയിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചരിത്രകാരനായ റോബർട്ട് ലാങ്ടനെ ആവേശഭരിതനാക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോ സമയവും സന്ദർഭവും അതിന് അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, സർ ഐസക് ന്യൂട്ടന്റെ ശവക്കല്ലറ. ആ ശവക്കല്ലറയിലാണ് അവർ കാത്തിരിക്കുന്ന തിരിക്കാസയുടെ രഹസ്യമിരിക്കുന്നത്. റോബർട്ട് ലാങ്ടനും സോഫി നബിയും അതിവേഗം വെസ്റ്റ്മിൻസ്റ്റർ ആബിയിലെ വടക്ക് വശത്തുള്ള ആ ഇടനാഴിയിലൂടെ അകത്തേക്ക് കടക്കാനുള്ള വാതിലിന്റെ ഭാഗത്തേക്ക് നടന്നു. അവിടെ ഗാർഡുകളുണ്ട്. ഗാർഡുകൾ സോഫി നബിയും റോബർട്ട് ലാങ്ടനെയും മെറ്റൽ ഡിറ്റക്ടറുള്ള ഒരു വാതിൽക്കലേക്ക് കൊണ്ടുവന്നു. ആ മെറ്റൽ ഡിറ്റക്ടർ വഴി മാത്രമേ ആൾക്കാർക്ക് അകത്തേക്ക് കടക്കാൻ പറ്റൂ. അവർ അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അകത്തേക്ക് കടന്നു. പരിശോധന കഴിഞ്ഞ് റോബർട്ട് ലാങ്ടനും സോഫി നബിയും അകത്തേക്ക് കടക്കുമ്പോൾ സാധാരണ ആ വാതിൽ വഴി അകത്തേക്ക് കടക്കുന്ന ആളുകൾക്ക് അനുഭവപ്പെടുന്ന അതേ അവസ്ഥ അവർക്ക് അനുഭവപ്പെട്ടു. പുറത്ത് മഴ ശക്തമായി പെയ്യുന്നുണ്ടെങ്കിലും അകത്ത് മഴയുടെ ശബ്ദമേ കേൾക്കുന്നില്ല. പൂർണ്ണ നിശബ്ദത. ആ നിശബ്ദതയിൽ സാധാരണഗതിയിൽ അവിടേക്ക് വരുന്ന ഏവരും ചെയ്യുന്ന പോലെ സോഫി നബിയും റോബർട്ട് ലാങ്ടനും അറിയാതെ മുകളിലേക്കൊന്ന് നോക്കി പോവുകയാണ്. ശരിക്കും പൊക്കമുള്ള ആ ദേവാലയത്തിൽ കൽത്തൂണുകൾ അങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ദാ ഇതുപോലെ ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന ആ കൽത്തൂണുകൾ മുകളിൽ പോയി ഒരു ആർച്ച് പോലെ വളഞ്ഞ് മറുഭാഗത്ത് വരികയാണ്. ശരിക്കും അസാധ്യമായ ശില്പചാതുര്യം, അങ്ങനെ അതിനെ വിളിക്കാൻ പറ്റൂ. ആ മേൽക്കൂരയിലേക്ക് നോക്കിയിട്ട് സോഫി ലാങ്ടനോട് പറഞ്ഞു, ഇവിടെ ആരെ കാണാനില്ലല്ലോ. ആ പള്ളിക്കകം തികച്ചും വിജനമാണ്. അവർ ചില ആളുകളെ അവിടെ പ്രതീക്ഷിക്കുകയാണ്. ലീ ടീബിങ്ങിനെ തട്ടിക്കൊണ്ടുപോയ അയാളുടെ പരിചാരകനും സൈലാസും അവിടെ കടന്നു വരാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. അവരുടെ കൈവശമാണ് സോഫിയുടെ മുത്തച്ഛൻ ഴാങ് സോനിയർ സൂക്ഷിച്ചിരുന്ന ആ തിരിക്കാസ ഉള്ളത്. തോക്കൻ മുനയിൽ സോഫിയെയും ലാങ്ടനെയും നിർത്തിക്കൊണ്ടാണ് ടീബിങ്ങിന്റെ ജോലിക്കാരൻ ടീബിങ്ങിനെ തടവുകാരനായി പിടിച്ചതും ലാങ്ടന്റെ കയ്യിൽ നിന്ന് ആ ചുരുൾപേടകം വാങ്ങിച്ചതും. എന്തായാലും ആ ചുരുൾപേടകത്തിൽ പറഞ്ഞിരിക്കുന്ന രഹസ്യം അറിയാനായി അവരും ഉറപ്പായിട്ട് ഐസക് ന്യൂട്ടന്റെ കല്ലറയ്ക്കടുക്കിൽ എത്തേണ്ടതാണ്. കല്ലറയ്ക്കടുക്കിലേക്ക് അവർ വരുമ്പോൾ അവരും ആ മെറ്റൽ ഡിറ്റക്ടർ വാതിൽ വഴിയാണ് അകത്ത് കിടക്കേണ്ടത്. മെറ്റൽ ഡിറ്റക്ടർ വാതിൽ വഴി അവർ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തോക്ക് പിടിക്കപ്പെടും. അകത്തേക്ക് അവർ കടക്കുകയാണെങ്കിൽ തോക്ക് പുറത്തു വെച്ചിട്ടേ വരാൻ പറ്റൂ. അത് മാത്രമാണ് ഇപ്പൊ സോഫിക്കും അതുപോലെ ലാങ്ടനുമുള്ള ഏക പ്രതീക്ഷ. തോക്കില്ലാതെയാണ് അവർ അകത്തേക്ക് വരുന്നതെങ്കിൽ അവരെ നേരിടാൻ കുറച്ചുകൂടി എളുപ്പമാകും. ആ ഒരു പ്രതീക്ഷയോടുകൂടി സോഫിയും ലാങ്ടനും സാവധാനം ഐസക് ന്യൂട്ടന്റെ കല്ലറ നോക്കി നടന്നു തുടങ്ങി. 3500-ഓളം കല്ലറകളുള്ള ആ വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ ഐസക് ന്യൂട്ടന്റെ കല്ലറ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കണ്ടുപിടിക്കാം. സോഫി, ഇവിടെയുള്ള ഗൈഡുകൾ നല്ല ചുവപ്പ് നിറത്തിലുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത്. അതുകൊണ്ട് ആ ഡ്രസ്സിൽ ആരെങ്കിലും കണ്ടാൽ നമുക്ക് അവരുടെ അടുത്തേക്ക് നീങ്ങാം. സോഫി നബിയും ലാങ്ടനും അല്പനേരം ആ ബിൽഡിങ്ങിലെ പല ഇടനാഴിയിൽ കൂടി നടന്നിട്ടും ഒരു ഗൈഡിനെയും രാവിലെ കണ്ടില്ല. അപ്പോഴാണ് ലാങ്ടൺ ഒരു ചൂണ്ടുപലക
സോഫി കാണിച്ചത്. ആ ബിൽഡിങ്ങിലെ വിവിധ ഭാഗങ്ങളിലേക്ക് നീങ്ങാൻ ആളുകളെ സഹായിക്കുന്ന ചില നിർദ്ദേശങ്ങൾ അടങ്ങിയ ചുണ്ടുപലകയാണ്. ആ ദിശാസൂചികയിലേക്ക് നോക്കിയ ലാങ്ടനും സോഫിയും അടുത്ത നിമിഷത്തിൽ അവിടുന്ന് അതിവേഗം ഓടുന്നതാണ് നമ്മൾ കാണുന്നത്. അവർ ഇപ്പോ ഐസക് ന്യൂട്ടന്റെ കല്ലറ ഇരിക്കുന്ന ഭാഗം കണ്ടെത്തിയിരിക്കുകയാണ്. ഇതേ സമയത്ത് ഐസക് ന്യൂട്ടന്റെ കല്ലറയ്ക്ക് തൊട്ടു മുന്നിൽ ഗുരു നിൽക്കുകയാണ്. ഗുരുവിന്റെ ഒരു കൈയിൽ ഒരു ഊന്നുവടിയുണ്ട്, മറുകൈയിൽ ആ ചുരുൾ പേടകവുമുണ്ട്. ഐസക് ന്യൂട്ടന്റെ കല്ലറയ്ക്ക് താഴെയുള്ള ആ ഫലകത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധങ്ങളായ പുസ്തകങ്ങളുടെ പേരുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡിവിനിറ്റി, ക്രോണോളജി, ഓപ്റ്റിക്സ്, ഫിലോസഫിയ നാച്ചുറാലിസ്, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, ഇവയൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഐസക് ന്യൂട്ടന്റെ വിശ്വപ്രസിദ്ധങ്ങളായ ആ പുസ്തകങ്ങളുടെ മുകളിൽ കൈ ഊന്നി അഭിമാനത്തോടെ ചരിഞ്ഞിരിക്കുന്ന ഐസക് ന്യൂട്ടനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ചരിഞ്ഞു കിടക്കുന്ന ഐസക് ന്യൂട്ടന്റെ പാദത്തിനരികെ രണ്ട് പിഞ്ചു ബാലന്മാർ. മലർന്നു കിടക്കുന്ന ഐസക് ന്യൂട്ടന്റെ തൊട്ടുപുറകിലായി ഒരു പിരമിഡ്. പിരമിഡിന് മുകളിൽ ഒരു ഗോളം. ഐസക് ന്യൂട്ടന്റെ കല്ലറയിലേക്കും ഐസക് ന്യൂട്ടന്റെ പ്രതിമയിലേക്കും തൊട്ടുപുറകിലുള്ള ആ ഗോളത്തിലേക്കും മാറി മാറി നോക്കുകയാണ് ഗുരു. ഗുരു ഴാങ് സുനീറിന്റെ ആ കടങ്കഥയിലെ വാക്യമാണ് ആലോചിക്കുന്നത്. ഴാങ് സുനീറിന്റെ കടങ്കഥ വളരെ വ്യക്തമാണ്. പോപ്പിനാൽ അടക്കം ചെയ്യപ്പെട്ട പ്രഭുവിന്റെ കല്ലറയിൽ ഉണ്ടായിരിക്കേണ്ട ഗോളം കണ്ടെത്തുക എന്നാണ് ആ കടങ്കഥ ആവശ്യപ്പെടുന്നത്. പോപ്പ് അലക്സാണ്ടർ പോപ്പാണെന്നും അലക്സാണ്ടർ പോപ്പ് കാർമ്മികത്വം വഹിച്ച പ്രഭുവിന്റെ ശവസംസ്കാരം എന്ന് പറയുമ്പോൾ അത് ഐസക് ന്യൂട്ടന്റെ ശവസംസ്കാരമാണെന്നും വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ കല്ലറ ഐസക് ന്യൂട്ടന്റെ തന്നെയാണ്. ഐസക് ന്യൂട്ടന്റെ കല്ലറയിൽ ഉണ്ടായിരിക്കേണ്ട ഗോളം തിരക്കിയാണ് ഗുരു അവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒരു ഗോളമല്ല അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്, അനവധി ഗോളങ്ങളാണ്. ഇഷ്ടംപോലെ നക്ഷത്രങ്ങൾ, ഇഷ്ടംപോലെ വാൽ നക്ഷത്രങ്ങൾ, എല്ലാ ഗ്രഹങ്ങളും അവിടെയുണ്ട്. അതുപോലെ രാശിചക്രമൊക്കെ ഉണ്ട്. ഇതിൽ മിസ്സായിരിക്കുന്ന ഗോളം ഏതാണ്? ഇപ്പോ ഗുരുവിനെ അലട്ടുന്ന ചോദ്യം അതാണ്. ഗുരു വീണ്ടും വീണ്ടും ആ രൂപത്തിലേക്ക് നോക്കുകയാണ്. ഇടയ്ക്ക് സന്ദർശകർ ആരെങ്കിലും വരുമ്പോ ഗുരു ആ ചുരുൾ പേടകം തന്റെ കോട്ടിന്റെ പോക്കറ്റിലോട്ട് ഇടും. ആ സന്ദർശകർ പോയി കഴിയുമ്പോൾ ഗുരു വീണ്ടും ചുരുൾ പേടകം പുറത്തെടുക്കും. വളരെ ആകാംക്ഷയോടുകൂടി ആ ചുരുൾ പേടകത്തിലേക്കും മുന്നിൽ കാണുന്ന ന്യൂട്ടന്റെ ആ ശവക്കല്ലറയിലേക്കും മാറി മാറി നോക്കുകയാണ് ഗുരു. ഗുരുവിന് ഇപ്പോഴും ഏത് ഗോളമാണ് മിസ്സായെന്ന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക എന്ന് ഗുരു ആലോചിക്കുമ്പോഴാണ് ഒരു ഗൈഡിനൊപ്പം രണ്ടു പേർ അങ്ങോട്ട് വരുന്നത് ഗുരു കണ്ടത്. ഗൈഡിനൊപ്പം വരുന്നത് സാക്ഷാൽ റോബർട്ട് ലാങ്ടനും സോഫി നെവയുമാണ്. അവരെ കണ്ടതും ഗുരു ചുരുൾ പേടകം അദ്ദേഹത്തിന്റെ കോട്ടിന്റെ ഇടത് പോക്കറ്റിലോട്ട് ഇട്ടു. അതിനുശേഷം കോട്ടിന്റെ വലത് ഭാഗത്തുള്ള പോക്കറ്റിലോട്ട് കൈയിട്ട ഗുരു അവിടെ അദ്ദേഹത്തിന് റിവോൾവർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. മെറ്റൽ ഡിറ്റക്ടർ വാതിലിലൂടെ തോക്കുമായി അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു സൈറൻ മുഴങ്ങിയതാണ്. ഗാർഡുകൾ ഗുരുവിനെ അവിടെ തടഞ്ഞതുമാണ്. ആ സമയത്താണ് ഗുരു അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഗാർഡുകളെ കാണിച്ചത്. ഐഡന്റിറ്റി കാർഡ് കണ്ടതും ആ ഗാർഡുകൾ പരിശോധന കൂടാതെ ഗുരുവിനെ അകത്തേക്ക് വിടുകയായിരുന്നു. അതുകൊണ്ടാണ് ഗുരുവിന്റെ വലതു പോക്കറ്റിൽ ഇപ്പോഴും ആ റിവോൾവർ ഉള്ളത്. സോഫി നബിയും ലാങ്ടനും നടന്നു വരുന്നത് കണ്ടതും തോക്കിൽ ഒന്ന് പിടിച്ചിട്ട് ഗുരു പതുക്കെ പുറകോട്ട് മാറി. അവർ തൽക്കാലം തന്നെ കാണണ്ട. സോഫി നബിയും ലാങ്ടനും ഗൈഡിനൊപ്പം അങ്ങോട്ടേക്ക് നടന്നു വരുന്ന കണ്ട ഗുരു സാവധാനം കല്ലറയുടെ പുറകിലോട്ട് മാറി. ന്യൂട്ടന്റെ കല്ലറയ്ക്ക് ഏകദേശം ഒരു 20 അടി അടുത്തെത്തിയപ്പോ ഗൈഡ് ആ കല്ലറ ലാങ്ടനും സോഫിക്കും ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കല്ലറ കണ്ടതും സന്തോഷത്തോടുകൂടി ലാങ്ടനും സോഫിയും കല്ലറയ്ക്ക് നേരെ നടന്നു. കല്ലറ അടുത്തേക്ക് അവർ വരുംതോറും അവർ രണ്ടുപേരും ആവശ്യം കൂടിക്കൂടി വരികയാണ്. അവർ കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആ തിരിക്കാസയുടെ രഹസ്യം ഇതാ അവരുടെ തൊട്ടു മുമ്പിലാണ്. ശരിക്കും പ്രതീക്ഷയോടുകൂടി സോഫി നബിയും റോബർട്ട് ലാങ്ടനും ആ കല്ലറയുടെ തൊട്ടു മുന്നിൽ അതിമനോഹരമായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന ആ ശവക്കല്ലറയിൽ നിർനിമിഷയായി സോഫി നബിയും ലാങ്ടനും ഒന്ന് നോക്കി നിൽക്കുകയാണ്. അവരുടെ കണ്ണുകൾ വിടർന്നിരിക്കുകയാണ്. ആകാശത്തിൽ കാണുന്ന എല്ലാറ്റിനെയും ചിത്രീകരിച്ചിരിക്കുന്ന ആ വലിയ ഗ്ലോബും ഐസക് ന്യൂട്ടന്റെ പുസ്തകങ്ങളും ആ ബാലകന്മാരും എന്ന് വേണ്ട ആ കാണുന്ന എല്ലാം സോഫിയും ലാങ്ടനെയും അതിശയിപ്പിക്കുന്നവ തന്നെയാണ്. രാശിചക്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ കൂറ്റൻ ഗോളവും പുസ്തകങ്ങളുടെ നിരയും ഒക്കെ ശരിക്കും കൗതുകപൂർവ്വം വീക്ഷിച്ച ലാങ്ടനോട് സോഫി ചോദിച്ചു, ഈ രാശിചക്രങ്ങളുമായി നമ്മൾ അന്വേഷിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? സോഫിയുടെ ചോദ്യം കേട്ടതും ലാങ്ടൺ സോഫിയോട് പറഞ്ഞു, രാശിചക്രം മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്ക് മാറുന്നത് 2000 വർഷം കൂടുമ്പോഴാണ്.
ആ സമയത്ത് സാൻക്രിയാൻ രേഖകൾ പരസ്യപ്പെടുത്തുമെന്നാണ് പൊതുവെ കരുതിയിരുന്നത്. യേശുവിനെ കുറിച്ചും മഗ്ദല മറിയത്തെക്കുറിച്ചുമുള്ള രേഖകൾ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആളുകൾ അവ 2000 ആണ്ടിൽ പരസ്യപ്പെടുത്തും എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ആ പരസ്യപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല. രാശിചക്രങ്ങളുമായി ആ പരസ്യപ്പെടുത്തലിന് എന്തോ ബന്ധമുണ്ടെന്ന് ഒരു തോന്നൽ ന്യൂട്ടന്റെ ആ കല്ലറയിൽ ഗോളത്തിന് മുകളിൽ രാശിചക്രങ്ങൾ വരച്ചിരിക്കുന്ന കണ്ടപ്പോൾ ലാൻഡന് തോന്നിയത് കൊണ്ടാണ് ലാൻഡൻ ആ കാര്യം സോഫിയോട് പറഞ്ഞത്. സിയോനിലെ പ്രേറിയുടെ ജന്മ ഉദ്ദേശം തന്നെ യേശുവിന്റെയും മഗ്ദലന മറിയത്തിന്റെയും ജീവിതം അതിന്റെ യഥാർത്ഥ ശൈലിയിൽ ലോകത്തെ ധരിപ്പിക്കുക എന്നുള്ളതാണ്. ആ രഹസ്യം ലോകത്തോട് പറയാനായി അവർ ആഗ്രഹിച്ചിരുന്ന വർഷം AD 2000 ആ ചിന്ത സോഫിയുടെ മനസ്സിലേക്ക് വന്നപ്പോൾ സോഫി ലാൻഡനോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ആ കവിതയുടെ അവസാന വരികൾക്ക് തിരിക്കാസ്യവുമായി ബന്ധമുണ്ടെന്നാണ്. ഴാങ്സുന്യരുടെ കവിതയിലെ അവസാന വരികൾ ഇളം ചുവപ്പാർന്ന മാംസത്തെയും ഗർഭപാത്രത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇളം ചുവപ്പാർന്ന മാംസവും ഗർഭപാത്രവും ഉറപ്പായിട്ടും ആ വരികളും അവർ കണ്ടെത്താൻ ശ്രമിക്കുന്ന രഹസ്യവും തമ്മിൽ ബന്ധമുണ്ട്. ആ വരികൾക്ക് പിന്നിൽ ഒളിപ്പിച്ചിരിക്കുന്ന സൂത്രവാക്യം അതെന്താണെന്ന് മാത്രമാണ് ഇതുവരെ ലാൻഡനും സോഫിക്കും മനസ്സിലാകാത്തത്. കഴിഞ്ഞ രാത്രി മുതൽ ഴാങ്സുന്യറിന്റെ ആ കടങ്കഥകളുടെ പുറകെ കൂടിയിരിക്കുകയാണ് റോബർട്ട് ലാൻഡനും സോഫി നബിയും. ഴാങ്സുന്യർ നൽകിയ ആദ്യത്തെ കടങ്കഥ അവരെ എത്തിച്ചത് മൊണാലിസ എന്ന ചിത്രത്തിലേക്കാണ്. മൊണാലിസ ചിത്രത്തിൽ നിന്നാണ് മഡോണ ഓഫ് ദി റോക്സിൽ അവരെത്തിയത്. മഡോണ ഓഫ് ദി റോക്സിൽ നിന്നാണ് അവരൊരു താക്കോലിലേക്ക് എത്തിയത്. ആ താക്കോലുമായിട്ടാണ് അവർ സ്വിസ് ബാങ്കിൽ എത്തിയത്. സ്വിസ് ബാങ്കിലെ ആ പെട്ടി തുറക്കാൻ അവരെ സഹായിച്ചത് അടുത്ത കോഡ് നെയിമാണ് സോഫിയ. സോഫിയ എന്ന കോഡ് നെയിം ഉപയോഗിച്ച് അവർ ആ പെട്ടി സ്വന്തമാക്കി പെട്ടി തുറന്നു. പെട്ടിക്കകത്തുനിന്ന് അവർക്കൊരു ചുരുൾ പേടകം കിട്ടി. ആ ചുരുൾ പേടകം തുറക്കാൻ ഇനി ഒരു കോഡ് കൂടി വേണം. ആ കോഡും ഴാങ്സുന്യരുടെ കവിതയിലെ അവസാന വരികളും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ചുവന്ന നിറമുള്ള മാംസവും ഗർഭപാത്രവും. ആ വരികൾ ഉറപ്പായും മഗ്ദലന മറിയത്തെ സൂചിപ്പിക്കുന്നതാണെന്നുള്ള ഒരു തോന്നൽ ലാൻഡനും അതുപോലെ സോഫിക്കുമുണ്ട്. ആ വരികൾ മഗ്ദലന മറിയത്തെയും മഗ്ദലന മറിയയുടെ ഗർഭപാത്രത്തെയും മഗ്ദലന മറിയയുടെ ഗർഭപാത്രത്തിലൂടെ ജനിച്ച ആ കുഞ്ഞിനെയും ഒക്കെ സൂചിപ്പിക്കുന്നതാവാം. യേശുവിന്റെയും മഗ്ദലന മറിയത്തിന്റെയും സന്തതി പരമ്പരകളെ കണക്ട് ചെയ്യുന്ന വാക്കുമാകാം. എന്തോ ഒരു വാക്ക് അവരെ കാത്തിരിക്കുന്നുണ്ട്. ആ ചുരുൾപേടകം തുറന്നാൽ ഈ ലോകം ഞെട്ടാൻ പോകുന്ന ആ രഹസ്യം അവർ കണ്ടെത്തും. ആ രഹസ്യം അവരെ അറിയിക്കാനായി ഒരു വാക്കുണ്ട്. ആ വാക്ക് ഈ ന്യൂട്ടന്റെ ശവക്കല്ലറയുമായി കണക്ട് ചെയ്ത് എവിടെയോ ഉണ്ട്. എന്തായിരിക്കാം ആ വാക്ക്? അവിടേക്ക് വരുന്നത് വരെ അവരുടെ ചിന്ത ഒരു ഗോളത്തെ കുറിച്ചാണ്. പോപ്പിന്റെ കാർമ്മികത്വത്തിൽ അടക്കം ചെയ്യപ്പെട്ട പ്രഭുവിന്റെ കല്ലറയിലെത്തി ഗോളം അന്വേഷിക്കൂ എന്നാണ് ആദ്യത്തെ വരികൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അലക്സാണ്ടർ പോപ്പിന്റെ കാർമ്മികത്വത്തിൽ അടക്കം ചെയ്യപ്പെട്ട ഐസക് ന്യൂട്ടന്റെ കല്ലറയിൽ അവർ എത്തിച്ചേർന്നത്. ഐസക് ന്യൂട്ടന്റെ കല്ലറയിൽ എത്തിച്ചേർന്ന അവർ ഗോളം തിരയുകയാണ്. ഗോളം തിരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവസാനത്തെ വരിയെക്കുറിച്ച് സോഫിക്ക് സംശയം ഉണ്ടാകുന്നതും സോഫി ആ കാര്യം ലാൻഡനോട് പറഞ്ഞത്. ആ രണ്ട് കാര്യങ്ങളും മനസ്സിലേക്ക് വന്നപ്പോൾ ലാൻഡൻ ഇതിൽ ഏതിന് പ്രാധാന്യം കൊടുക്കണമെന്ന് അറിയാതെ അല്പനേരം സ്തംഭിച്ചങ്ങനെ നിൽക്കുകയാണ്. അയാളങ്ങനെ പലതും ആലോചിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ലാൻഡന്റെ കയ്യിൽ സോഫി ഒന്ന് പിടിച്ചു. ലാൻഡൻ ഇത് നോക്കി. അങ്ങനെ സോഫി പറഞ്ഞപ്പോ സോഫി വിരൽ ചൂണ്ടിയ സ്ഥലത്തേക്ക് ലാൻഡൻ ഒന്ന് നോക്കി. അവിടെ കരി കൊണ്ട് ചില കാര്യങ്ങൾ ആരോ എഴുതിയിരിക്കുകയാണ്. ന്യൂട്ടന്റെ ആ കൽ ശവപ്പെട്ടിയുടെ പുറത്താണ് എഴുതിയിരിക്കുന്നത്. ടീബിംഗ് എന്നോടൊപ്പമുണ്ട്. ചാപ്റ്റർ ഹൗസിലെ തെക്കേ കവാടം കടന്ന് പൂന്തോട്ടത്തിലേക്ക് വരിക. വളരെ വ്യക്തമാണ് വാചകം. ആ വരികൾ കണ്ടതും സോഫിക്കും ലാൻഡനും ഒരുപോലെ സന്തോഷമായി. ആ വരികൾ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്, ലീ ടീബിങ്ങിന് കുഴപ്പമൊന്നുമില്ല. ലീ ടീബിങ് ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട്. തലേദിവസം രാത്രി ഴാങ്സുന്യറിനെയും കൂടെയുള്ള 3 സുനേഷകളെയും കൊന്നൊടുക്കിയ ആ ഭീകരൻ ഉറപ്പായിട്ടും ലീ ടീബിങ്ങിനെ കൊല്ലേണ്ടതാണ്. ലീ ടീബിങ് ഇപ്പോഴും ജീവനോട് ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ആ സന്യാസി സൈലാസിനും ടീബിങ്ങിന്റെ ആ ജോലിക്കാരനും ഇതുവരെയായിട്ടും ആ ചുരുൾ പേടകത്തെ തുറക്കാൻ പറ്റിയിട്ടില്ല. ചുരുൾ പേടകം തുറക്കാൻ ആവശ്യമായ ആ കോഡ് വാക്ക് അവർക്ക് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ കാര്യം 100% ഉറപ്പാണ്. ആ വാക്ക് കണ്ടുപിടിക്കാൻ അവർക്ക് ലാൻഡന്റെ സഹായം വേണം. ആ കാര്യം ലാൻഡൻ പറഞ്ഞപ്പോ സോഫി ലാൻഡനോട് പറഞ്ഞു, ലാൻഡൻ ചിലപ്പോൾ ഇതൊരു കെണിയാണെങ്കിലും ടീബിങ്ങിനെ ഉപയോഗിച്ച് നമ്മളെ കൊടുക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണെങ്കിലും. പൂന്തോട്ടത്തിലേക്ക് ചെല്ലാനാണ് ടീബിങ്ങിനെ തടവിൽ പിടിച്ചിരിക്കുന്ന ആളുകൾ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
പൂന്തോട്ടത്തിലേക്ക് അവർ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചിലപ്പോൾ ആക്രമിക്കപ്പെട്ടേക്കാം. പൂന്തോട്ടത്തിൽ ആ സൈലാസിനും ടീബിങ്ങിന്റെ ആ ജോലിക്കാരന് പുറമെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും അവർക്ക് അറിയത്തില്ല. എങ്ങനെയാണ് പൂന്തോട്ടത്തിലെ കാര്യമെന്ന് രഹസ്യമായി നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിയാൽ മതി. ആ ഒരു തീരുമാനത്തിലേക്ക് സോഫിയും ലാങ്ടനും എത്തിയപ്പോൾ പൂന്തോട്ടം കാണാൻ കഴിയുന്ന മറ്റൊരു പ്ലേസിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സോഫിയും ലാങ്ടനും എത്തി. അവർ അതിനുവേണ്ടി അതിവേഗം നടക്കുകയാണ്. ഈ വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോഫിയും ലാങ്ടനും നടന്ന് എത്തിയത് ഒരു അടഞ്ഞ വാതിലിന് മുന്നിലാണ്. യഥാർത്ഥത്തിൽ തെക്കുവശത്തുള്ള വാതിൽ വഴി പുറത്തിറങ്ങുമ്പോഴാണ് പൂന്തോട്ടം. അവർ അതിനു പകരം മറ്റൊരു ഭാഗത്തൂടെ പുറത്തിറങ്ങിയിട്ട് കറങ്ങി ആ ഭാഗത്ത് വരാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷെ ചെന്നുപെട്ടത് അടഞ്ഞ വാതിലിന് മുന്നിലാണ്. അവിടെ നിന്ന് അവർ തിരിച്ചിറക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം. ആ ശബ്ദം അവർ കടന്നു വന്ന മുറിയുടെ വാതിൽ അടയുന്ന ശബ്ദമാണ്. വാതിൽ അടയുന്ന ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ് സോഫിയും ലാങ്ടനും നോക്കുമ്പോൾ അവർക്ക് നേരെ ഒരു റിവോൾവർ ചൂണ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് നേരെ റിവോൾവർ ചൂണ്ടിരിക്കുന്ന ആളെ കണ്ട സോഫിയും ലാങ്ടനും ഒരുപോലെ നടുങ്ങിപ്പോയി. അവർക്ക് നേരെ തോക്ക് ചൂണ്ടിരിക്കുന്നത് സാക്ഷാൽ ലീ ടീബിംഗ് ആണ്. അന്തം വിട്ട് ലീ ടീബിങ്ങിനെ നോക്കുന്ന റോബർട്ട് ലാങ്ടനെയും സോഫിനെയും നോക്കി ചിരിച്ചുകൊണ്ട് ടീബിംഗ് പറഞ്ഞു, ഹേയ് സുഹൃത്തുക്കളെ, നിങ്ങൾ ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വന്നത് മുതൽ നിങ്ങൾ അപകടത്തിൽ പെടാതിരിക്കാനായി ഞാൻ എന്തുമാത്രം ശ്രമിച്ചു എന്നറിയാവോ? നിങ്ങൾ യഥാർത്ഥത്തിൽ അപകടത്തിലേക്ക് നടന്നടുക്കുകയായിരുന്നു. നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. ടീബിങ്ങിന്റെ ആ വാക്കുകൾ കേട്ട സോഫിയും ലാങ്ടനും ശരിക്കും നടുങ്ങി നിൽക്കുകയാണ്. വഞ്ചിക്കപ്പെട്ടതിന്റെ ഒരു വിഷമം അവർക്കുണ്ട്. അവരുടെ മുഖത്തെ ആ ഭാവം വായിച്ചറിഞ്ഞ ലീ ടീബിംഗ് അവരോട് പറഞ്ഞു, നോക്ക്, നിങ്ങളാണ് എന്നെ തിരക്കി വന്നത്. അത് കേട്ടതും ലാങ്ടൺ ടീബിങ്ങിനോട് പറഞ്ഞു, ടീബിംഗ്, നിങ്ങളെ സഹായിക്കാനാണ് സത്യത്തിൽ ഇപ്പൊ ഞങ്ങൾ വന്നത്. ലാങ്ടൺ പറഞ്ഞത് കേട്ടപ്പോ ടീബിംഗ് ഒന്ന് ചിരിച്ചു. എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്നെ തിരക്കി വരുമെന്ന്. പിന്നെ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ലാങ്ടനും സോഫിക്ക് നേരെ റിവോൾവർ ചൂണ്ടിക്കൊണ്ട് ടീബിംഗ് അവരോട് പറഞ്ഞു, നിങ്ങൾ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിയുന്നതിൽ തെറ്റില്ല. എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. സിയോനിലെ പ്രയറി കാലങ്ങളായി സൂക്ഷിച്ചിരുന്ന ആ രഹസ്യം 2000 ആണ്ടിൽ അവർ പുറത്തറിയിക്കുമെന്ന്. പക്ഷെ അവർ പുറത്തറിയിച്ചില്ല. എന്തുകൊണ്ടാണ് അവർ പുറത്തറിയിക്കാത്തതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ലാങ്ടനോടും സോഫിയോടുമുള്ള ടീബിങ്ങിന്റെ ചോദ്യത്തിന് ടീബിംഗ് തന്നെ ഉത്തരം പറയുകയാണ്. പ്രയറി ആ രഹസ്യം പുറത്താക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അതങ്ങനെ ശരിയാകും. പ്രയറിയുടെ ലക്ഷ്യം തന്നെ ആ രഹസ്യം ലോകത്തെ അറിയിക്കുക എന്നുള്ളതല്ലേ? അതെ, അങ്ങനെയാണ് ഞാൻ കരുതിയത്. പക്ഷേ പ്രയറിയുടെ ചുമതലക്കാരനായി വന്ന ഴാങ് സുനിയർ മഹാഗുരുവായി മാറിയപ്പോൾ അതിന്ന് പിന്മാറി. അതിന്ന് പിന്മാറാൻ ഴാങ് സുനിയറിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തുമാകട്ടെ, ഴാങ് സുനിയർ പിന്മാറി. ലോകമറിയേണ്ട രഹസ്യങ്ങൾ ഴാങ് സുനിയർ രഹസ്യമാക്കി തന്നെ വെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്റെ മുത്തശ്ശൻ അങ്ങനെ ചെയ്യത്തില്ല. സോഫി, നിന്റെ മുത്തശ്ശൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് നിന്റെ വിശ്വാസമാണ്. പക്ഷേ ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പൊ പിന്നെ എനിക്ക് വേറൊന്നും ചെയ്യാനില്ലായിരുന്നു. ഈ രഹസ്യം ലോകമറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ഴാങ് സുനിയർ അതിന് തടസ്സമായപ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യുക? ടീബിംഗ്, നിങ്ങളാണ് എന്റെ മുത്തശ്ശനെ കൊന്നത്. ഞാൻ നേരിട്ട് ആരെയും കൊന്നിട്ടില്ല. ലീ ടീബിംഗ് നേരിട്ട് ഴാങ് സുനിയറിനെയോ ആ സുനേഷകളെയോ കൊന്നിട്ടില്ല. കൊന്നത് സൈലാസ് ആണ്. പക്ഷെ സൈലാസിനെ കൊണ്ട് ആ കൊലപാതകങ്ങൾ നടത്തിച്ചത് ലീ ടീബിംഗ് ആണ്. ലീ ടീബിംഗ് പറയാതെ തന്നെ ആ കാര്യം ഇപ്പോ സോഫിക്കും ലാങ്ടനും ഉറപ്പായിട്ടുണ്ട്. ടീബിങ്ങിന്റെ ആജ്ഞപ്രകാരമാണ് അവളുടെ മുത്തശ്ശൻ കൊല്ലപ്പെട്ടതെന്നുള്ള കാര്യം ഏതാണ്ട് ബോധ്യമായ സോഫി ശരിക്കും ദേഷ്യത്തോടെ ടീബിങ്ങിനെ നോക്കുമ്പോൾ ടീബിംഗ് സോഫിയോട് പറഞ്ഞു, നിന്റെ മുത്തശ്ശൻ ഒരു ചതിയനാണ്. അയാൾക്ക് ലഭിച്ച ഉത്തരവാദിത്വം അയാൾ നടപ്പിലാക്കിയില്ല. എത്രയോ കാലങ്ങളായി ലോകമറിയാൻ ആഗ്രഹിച്ചിരുന്ന ആ രഹസ്യം പുറത്താക്കാനുള്ള അവസരം യഥാർത്ഥത്തിൽ ഴാങ് സുനിയറിനായിരുന്നു. ആ രഹസ്യം ലോകത്തെ അറിയിക്കുന്നതിന് പകരം ഴാങ് സുനിയർ പള്ളിയുമായി കൂട്ടുചേർന്ന് ആ രഹസ്യത്തെ സംരക്ഷിക്കാൻ ചെയ്തത്. യേശുവിനെയും മഗ്ദല മറിയത്തെയും സംബന്ധിച്ചുള്ള രഹസ്യം പരസ്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വത്തിക്കാന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയനെ. അത് പേടിച്ച് വത്തിക്കാൻ ഴാങ് സുനിയറിനെ വിലക്കെടുത്തു. ഴാങ് സുനിയർ അയാളെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റാതെ പ്രേറിയെയും
പ്രേരിത അംഗങ്ങളെയും ചതിക്കുകയായിരുന്നു. ടീബിംഗ് പറയുന്ന കാര്യങ്ങൾ സോഫി നബിക്ക് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ വയ്യ. അവളുടെ മുത്തശ്ശൻ എന്തിന് പ്രേറിയുടെ രഹസ്യങ്ങൾ വെളിവാക്കാതിരിക്കണം? പ്രേറിയുടെ രഹസ്യം 2000 ആണ്ടിൽ വെളിവാക്കാന്നുള്ളത് ഴാങ് സുനീറിൽ നിക്ഷിപ്തമായ ദൗത്യമായിരുന്നുവെങ്കിൽ ഴാങ് സുനീർ അത് ഉറപ്പായും പുറത്താക്കിയനെ. അതിനു പകരം ആ രഹസ്യം പുറത്താകാതിരിക്കാനുള്ള നടപടികൾ ഴാങ് സുനീർ എടുത്തു എന്ന് ടീബിംഗ് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ സോഫി നബിക്ക് എന്തുകൊണ്ടോ പറ്റുന്നില്ല. സോഫിയുടെ അന്താളിപ്പ് കണ്ട ടീബിംഗ് സോഫിയോട് പറഞ്ഞു, നിന്റെ മുത്തശ്ശി, നിന്റെ അച്ഛൻ, നിന്റെ അമ്മ, നിന്റെ സഹോദരൻ ഇവരൊക്കെ മരണപ്പെട്ടത് ആകസ്മികമായിട്ടാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കാർ അപകടത്തിൽ അവളുടെ അച്ഛനും അമ്മയും സഹോദരനും മുത്തശ്ശിയും കൊല്ലപ്പെട്ടു എന്നാണ് മുത്തശ്ശൻ സോഫിയുടെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അവർ കാർ അപകടത്തിൽ മരിച്ചതാണ്. സോഫി പെട്ടെന്ന് മറുപടി പറഞ്ഞതും ടീബിംഗ് സോഫിയോട് പറഞ്ഞു, അതെ, കാർ അപകടത്തിലാണ് അവർ മരിച്ചത്. പക്ഷേ ആ കാർ അപകടം യാദൃശ്യമായി സംഭവിച്ചതല്ല, അത് ബോധപൂർവം വരുത്തിയതാണ്. കാർ അപകടത്തിൽപ്പെട്ടതല്ല, കാർ അപകടം ഉണ്ടാക്കിയതാണ് എന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷനാണ് ലീ ടീബിംഗ് അവിടെ നടത്തിയത്. ലീ ടീബിംഗ് അങ്ങനെ പറഞ്ഞതും റോബർട്ടും സോഫിയും ഒരുമിച്ച് ലീ ടീബിങ്ങിനോട് ചോദിച്ചു, ആരാ അത് ചെയ്തത്? വേറെ ആര്? സഭ. വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം സാൻക്രിയാൻ രേഖകൾ, തിരിക്കാസ രഹസ്യങ്ങൾ, മഗ്ദല മതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, യേശുവിന്റെ സന്തതി പരമ്പരയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ രഹസ്യമായിരിക്കേണ്ടത് ആവശ്യമാണ്. ആ രഹസ്യം പുറത്താകാതിരിക്കാൻ അവർ ബോധപൂർവം ആ കൊലപാതകം ആസൂത്രണം ചെയ്തതാണ്. അങ്ങനെയല്ല, എന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചത് അപകടത്തിലാണ്, കാർ അപകടത്തിലാണ്. സോഫി, നിന്നെ ഒരു കള്ളക്കഥ പറഞ്ഞ് നിന്റെ മുത്തശ്ശൻ വിശ്വസിപ്പിക്കുകയായിരുന്നു. അതിന് അദ്ദേഹം നിർബന്ധിതനായതാണ്. ആ കള്ളക്കഥ പറഞ്ഞ് നിന്നെ വിശ്വസിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നിന്നെയും നഷ്ടപ്പെടുമെന്ന് നിന്റെ മുത്തശ്ശൻ പേടിച്ചു. നിന്നെ രക്ഷിക്കാൻ വേണ്ടി മുത്തശ്ശൻ നിന്നോട് കള്ളക്കഥ പറഞ്ഞതാണ്. ടീബിംഗ് ഏതാണ്ട് ആധികാരികമായിട്ടാണ് കാര്യം പറയുന്നത്. അത് കേട്ട് അമ്പരപ്പോടെ സോഫി ടീബിങ്ങിന് നോക്കിയപ്പോ ടീബിംഗ് സോഫിയോട് പറഞ്ഞു, സോഫി, നിന്റെ മുത്തശ്ശനെ സഭ കൃത്യമായി പൂട്ടുകയായിരുന്നു. സഭയെ ധിക്കരിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് നിന്റെ മുത്തശ്ശൻ ആ രഹസ്യങ്ങൾ എന്നേക്കുമായി പൂട്ടിവെച്ചത്. ആ രഹസ്യങ്ങൾ നിന്റെ മുത്തശ്ശൻ പുറത്താക്കിയാൽ നീ കൊല്ലപ്പെടുമെന്ന് നിന്റെ മുത്തശ്ശന് നന്നായിട്ട് അറിയാം. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിന്റെ മുത്തശ്ശൻ ലോകമറിയേണ്ട ആ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചത്. പക്ഷേ എനിക്കത് പറ്റില്ല. ലോകത്തോട് ആ രഹസ്യം പറഞ്ഞേ പറ്റൂ. 2000 വർഷങ്ങളായി ലോകമറിയാൻ കാത്തിരിക്കുന്ന ആ രഹസ്യങ്ങൾ, ആ സാൻക്രിയാൻ രേഖകൾ, തിരിക്കാസ രഹസ്യങ്ങൾ, അത് ലോകം അറിയുക തന്നെ വേണം. അത് ഒരു ഴാങ് സുനീറും ചെറുമകളും മാത്രമടങ്ങിയ രഹസ്യമല്ല. ചെറുമകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ലോകമറിയേണ്ട രഹസ്യം അങ്ങനെ സൂക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. ലീ ടീബിങ്ങിന്റെ ആശയം വളരെ വ്യക്തമാണ്. ലോകം അറിയേണ്ട ഒരു കാര്യം രഹസ്യമാക്കി വെക്കാൻ ഴാങ് സുനീർ ശ്രമിച്ചതുകൊണ്ടാണ് ഴാങ് സുനീറെ അവസാനിപ്പിക്കാൻ ടീബിംഗ് തീരുമാനിച്ചത്. ചെറുമകളായ സോഫി നബിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഴാങ് സുനീർ അദ്ദേഹത്തിന് മുകളിൽ ചരിത്രം ഏൽപ്പിച്ച ആ ദൗത്യം ചെയ്യാതെ ആ കാര്യങ്ങൾ രഹസ്യമാക്കി തന്നെ വെച്ചത്. അതുകൊണ്ടാണ് ഴാങ് സുനീർ അവസാനിപ്പിക്കാൻ ടീബിംഗ് തയ്യാറായത്. ടീബിങ്ങിന് മുന്നിൽ ഇനിയൊരു ദൗത്യമുണ്ട്. ലോകം അറിയേണ്ട ആ രഹസ്യം കണ്ടെത്തി ലോകത്തിന് മുന്നിൽ വെളിവാക്കുക. ആ രഹസ്യം അയാളുടെ കയ്യിലിരിക്കുന്ന ആ ചുരുൾ പേടകത്തിലാണ് ഉള്ളത്. ആ ചുരുൾ പേടകം തുറക്കണമെങ്കിൽ 5 അക്ഷരങ്ങളുള്ള ഒരു വാക്ക് വേണം. ആ വാക്ക് കണ്ടുപിടിക്കാനായി ടീബിംഗ് കഴിവിന്റെ പരമാവധി ശ്രമിച്ചതാണ്. എത്ര ശ്രമിച്ചിട്ടും ആ വാക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ വിഷമിച്ച് ടീബിംഗ് നിൽക്കുമ്പോഴാണ് ഐസക് ന്യൂട്ടന്റെ കല്ലറയുടെ അടുക്കിലേക്ക് ലാങ്ടനും സോഫിയും വരുന്നത് അയാൾ കണ്ടത്. അവിടെ വെച്ച് അയാൾ ഒരു പദ്ധതി ഉണ്ടാക്കി. സോഫി നബിയെ തോക്കിന് മുന്നിൽ നിർത്തി ലാങ്ടനെ കൊണ്ട് ആ വാക്ക് കണ്ടുപിടിപ്പിക്കുക. ലാങ്ടൺ വിചാരിച്ചാൽ അത് നടക്കുമെന്ന് ടീബിംഗ് നന്നായിട്ട് അറിയാം. ലാങ്ടൺ മനസ്സ് വെച്ചാൽ മാത്രം മതി ആ വാക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റും. ആ ഉദ്ദേശത്തിലാണ് അയാൾ സോഫിയും ലാങ്ടനെയും ആളൊഴിഞ്ഞ ആ ഭാഗത്തേക്ക് എത്തിച്ചത്. തെക്കുവശത്തെ വാതിലിലൂടെ പുറത്തു കാണുന്ന പൂന്തോട്ടം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ അവിടേക്ക് സോഫി നബിയും ലാങ്ടനും എത്തുള്ളെന്ന് ടീബിങ്ങിന് നന്നായിട്ട് അറിയാമായിരുന്നു. ടീബിങ്ങിന്റെ കാൽക്കുലേഷൻ അതുപോലെ ശരിയാവുകയാണ്. ടീബിംഗ് കണക്കുകൂട്ടിയതുപോലെ സോഫി നബി ലാങ്ടനെ കൊണ്ട് ആ വാതിലിലൂടെ പുറത്തു കാണുന്ന പൂന്തോട്ടം കാണുന്ന വേറൊരു സ്ഥലം ലക്ഷ്യമാക്കി നടന്നു. അവരുടെ പുറകെ ശബ്ദമുണ്ടാക്കാതെ നടന്ന ടീബിംഗ് ഒരു അവസരം കിട്ടിയപ്പോൾ വാതിലടച്ച് അവരെ പിടികൂടിയതാണ്. ടീബിംഗ് ലാങ്ടനോട് പറഞ്ഞു, ലാങ്ടൺ, ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം തരാം. ദാ ഈ ചുരുൾ പേടകത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു രഹസ്യ വാക്കുണ്ട്. എനിക്കും നിങ്ങൾക്കും അതറിയാം. നിങ്ങൾ ആ വാക്ക്
കണ്ടുപിടിച്ച് ഈ പേടകം തുറന്ന് എനിക്ക് നൽകിയാൽ ഞാൻ നിങ്ങൾ രണ്ടുപേരെയും വെറുതെ വിടാം. സോഫി നെബിയെയും ലാങ്ടനെയും നോക്കിക്കൊണ്ട് ടീബിങ് അത് പറഞ്ഞപ്പോ സോഫി ലാങ്ടനോട് പറഞ്ഞു, ഏയ് റോബർട്ട്, അത് വേണ്ട. ഒരു കാരണവശാലും ആ രഹസ്യം ഇയാൾ അറിയാൻ പാടില്ല. എന്റെ മുത്തച്ഛനെ കൊന്ന ആള് ഒരു കാരണവശാലും മുത്തച്ഛൻ സൂക്ഷിച്ച ആ രഹസ്യം അറിയരുത്. സോഫി, നീ എന്റെ തോക്കിന്റെ മുന്നിലാണ് നിൽക്കുന്ന കാര്യം മറന്നുപോരുത്. സോഫി അരുതെന്ന് പറഞ്ഞെങ്കിലും ലാങ്ടൺ പെട്ടെന്ന് മുന്നോട്ട് നടന്നു. ആ സമയത്ത് സോഫിയുടെ നേരെ തോക്ക് ചൂണ്ടിയിരിക്കുകയാണ് ടീബിങ്. ടീബിങ്ങിനടുത്തേക്ക് നടന്നു വന്ന ലാങ്ടന്റെ കയ്യിലേക്ക് ടീബിങ് ആ ചുരുൾ പേടകം കൊടുത്തു. മിസ്റ്റർ റോബർട്ട്, നിങ്ങൾ വിചാരിച്ചാൽ ഉറപ്പായിട്ടും ആ കോഡ് വാക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു അക്ഷരം പോലും മിണ്ടാതെ ടീബിങ്ങിന്റെ കയ്യിൽ നിന്ന് ആ ചുരുൾ പേടകം വാങ്ങിച്ച ലാങ്ടൺ സാവധാനം ജനാലയ്ക്കെതിരെ നടക്കുകയാണ്. ജനാലയ്ക്കെതിരെ നടക്കുന്ന ലാങ്ടൺ യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് ഒരു കണക്കൂട്ടുകയാണ്. രക്ഷപ്പെടാനുള്ള ഒരു മാർഗം താൻ ആലോചിക്കുകയാണെന്നുള്ള കാര്യം സോഫിക്ക് മനസ്സിലാക്കുമെന്നുള്ള ഒരു ചിന്തയാണ് ലാങ്ടനുള്ളത്. ഇപ്പോ ജനാലയ്ക്കരികിൽ ലാങ്ടൺ നിൽക്കുകയാണ്. ലാങ്ടന്റെ കയ്യിൽ ആ ചുരുൾ പേടകമുണ്ട്. ലാങ്ടൺ ജനാലയ്ക്കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 20 അടി മാറി ഇടത് ഭാഗത്തായി സോഫി നബി നിൽക്കുകയാണ്. സോഫി നബിയുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ടീബിങ് വാതിലിന്റെ ഭാഗത്ത് നിൽക്കുകയാണ്. സോഫിയും ലാങ്ടനെയും രണ്ട് ഭാഗത്താക്കിയതിൽ ഇപ്പോൾ ഒരു സന്തോഷം ടീബിങ്ങിന് അനുഭവപ്പെടുന്നുണ്ട്. ലാങ്ടൺ തിരിഞ്ഞു നോക്കാതെ എന്തൊക്കെയോ ആലോചിക്കുകയാണ്. അത് കണ്ടതും സോഫി ലാങ്ടനോട് പറഞ്ഞു, ഒരു കാരണവശാലും മുത്തച്ഛനെ കൊന്ന ആളെ മുത്തച്ഛൻ സൂക്ഷിച്ച രഹസ്യം അറിയിക്കരുത്. സോഫി അങ്ങനെ പറഞ്ഞതും ലാങ്ടൺ ചെറുപേടകം കൈ പിടിച്ചുകൊണ്ടൊന്ന് തിരിഞ്ഞു. ലാങ്ടൺ ടീബിങ്ങിനോട് പറഞ്ഞു, മിസ്റ്റർ ലീ, നിങ്ങൾ സോഫിയെ ഇപ്പൊ വിടണം. സോഫി വിട്ടില്ലെങ്കിൽ ഞാൻ ഈ പേടകം താഴേക്ക് എറിയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലാങ്ടൺ ആ പേടകം ഉയർത്തിയതും ലീ ടീബിങ് ഒന്ന് ചിരിച്ചു. അയാൾ പൊട്ടിച്ചിരിക്കുകയാണ്. റോബർട്ട്, നിങ്ങൾക്കത് പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ചുരുൾ പേടകത്തിനകത്തുള്ള രഹസ്യം എന്താണെന്ന് അറിയാൻ എന്നെക്കാൾ ഏറെ ആകാംക്ഷ നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. ആ ചുരുൾ പേടകം നിങ്ങൾ താഴേക്ക് വലിച്ചെറിഞ്ഞാൽ അത് പൊട്ടുമെന്നും അതിനകത്തുള്ള ആ പേപ്പർ നശിച്ചു പോകുമെന്നും നിങ്ങൾക്കറിയാം. നിങ്ങൾ അത് ചെയ്യില്ല. ലാങ്ടൺ, നിങ്ങൾ ടെമ്പിൾ ചർച്ച് വെച്ച് ഏതാണ്ട് ഇതുപോലെ ഒരു ഭീഷണി നടത്തിയതല്ലേ? സൈലാസ് ആ ചുരുൾ പേടകം പിടിച്ചെടുക്കാനായി ലാങ്ടനും സോഫിക്കും നേരെ തോക്ക് ചൂണ്ടിയപ്പോ ലാങ്ടൺ ആ ചുരുൾ പേടകം തറയിൽ എറിയുമെന്ന് പറഞ്ഞു ഉയർത്തിപ്പിടിച്ച ആ നിമിഷം ലാങ്ടന്റെയും സോഫിയുടെയും മനസ്സിലേക്ക് വന്നു. ചുരുൾ പേടകം തറയിലേക്ക് വീണാൽ അതിനകത്തുള്ള വിനാഗിരി പൊട്ടി അകത്തുള്ള പേപ്പർ മുഴുവൻ കരിഞ്ഞു പോകും. ആ ചിന്ത മനസ്സിലേക്ക് വന്ന സൈലാസ് ശരിക്കും കുഴങ്ങിയ ആ നിമിഷത്തിലാണ് ടീബിങ്ങിന്റെ ജോലിക്കാരൻ റെമി അകത്തേക്ക് വന്നതും ടീബിങ്ങിനെ തോക്കിന്റെ മുന്നിൽ നിർത്തി ആ ചുരുൾ പേടകം റോബർട്ട് ലാങ്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ലാങ്ടൺ, നിനക്ക് റെമിയെ പറ്റിക്കാൻ പറ്റും, പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റില്ല. എനിക്കറിയാം നീ അത് താഴെ എറിയില്ല. അതുകൊണ്ട് കളി എന്നോട് വേണ്ട. ടീബിങ് അത് പറഞ്ഞതും സോഫിയും ലാങ്ടനും ടീബിങ്ങിനോട് ചോദിച്ചു, അപ്പോ റെമിയെ ഇറക്കിയത് നിങ്ങളാണോ? ഹേയ് ലാങ്ടൺ, അതെന്ത് ചോദ്യം? ഞാൻ പറഞ്ഞതല്ലേ സകല സംഭവങ്ങളും ആസൂത്രണം ചെയ്ത് ഞാനാണെന്ന്. റെമി എന്റെ ജോലിക്കാരനാണ്. റെമിയെ നിങ്ങൾ കണ്ടതോടുകൂടി എനിക്ക് പിന്നെ വേറെ മാർഗമില്ലാതായി. ലാങ്ടൺ ആ ചുരുൾ പേടകം താഴെ എറിയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ ടെമ്പിൾ ചർച്ചിനകത്തേക്ക് കടന്ന് റെമി അയാളുടെ സാന്നിധ്യം പുറത്താക്കിയത് കൊണ്ട് മാത്രമാണ് റെമിയെ കൊല്ലാൻ അവസാനം ടീബിങ് നിർബന്ധിതനായത്. ടീബിങ് അയാളുടെ കാറിന്റെ പുറകിൽ അങ്ങനെ ബന്ധസ്ഥനായി കിടക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് സൈലാസിനോട് ഫോണിൽ സംസാരിക്കുമ്പോ ടീബിങ് ആ കാര്യം ഉറപ്പാക്കിയിരുന്നു. സൈലാസിനെ കാറിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഉടൻ റെമിയെ കൊല്ലണമെന്ന്. റെമി ടീബിങ്ങിന്റെ ജോലിക്കാരനാണെന്നുള്ള കാര്യം സോഫി നബിക്കും അതുപോലെ ലാങ്ടനും അറിയാം. അവര് വഴി ആ വിവരം പുറത്തറിഞ്ഞാൽ താൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് ടീബിങ് റെമിയെ തട്ടിയത്. റെമിയെ കൊല്ലാനായിട്ട് അയാൾ വളരെ ലളിതമായ ഒരു മാർഗമാണ് ഉപയോഗിച്ചത്. റെമിക്ക് ഒരു അലർജി കുഴപ്പമുണ്ട്. ആ അലർജി ഒരിക്കൽ കൂടി ആവർത്തിപ്പിക്കാനുള്ള മരുന്ന് അയാൾ ആ വീഞ്ഞിൽ കലർത്തി റെമിക്ക് കൊടുത്തതാണ്. ടീബിങ് കൊടുത്ത ആ വീഞ്ഞ് കുടിച്ച് ആ കാറിൽ മരിച്ചു വീഴുമ്പോൾ തൊട്ടടുത്ത് നിശബ്ദനായി അത് കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് ടീബിങ് ഇരുന്ന നിമിഷം ടീബിങ്ങിന് മനസ്സിലോട്ട് വരികയാണ്. അതേ ടീബിങ് തന്നെയാണ് സൈലാസ് ഓപ്പസ് ദൈ ദേവാലയത്തിൽ ഉണ്ടെന്ന് പോലീസിനെ വിളിച്ചറിയിച്ചതും. സൈലാസ് പോലീസിന്റെ പിടിയിലാകുന്നതോടുകൂടി കഥ സൈലാസ് കൊണ്ട് അവസാനിക്കും. സൈലാസിനെ ആരാണ് ഏർപ്പാടാക്കിയെന്ന് സൈലാസിന് അറിയത്തില്ല. സൈലാസിന് ആകെ അറിയാവുന്നത് ഒരു ഗുരുവിനെയാണ്. ഗുരു എന്ന് സൈലാസ് വിളിക്കുന്ന ആള് ടീബിങ് ആണെന്നുള്ള കാര്യം സൈലാസിന് അറിയത്തില്ല. സൈലാസിനെയും ഗുരുവിനും ഇടയിലുണ്ടായിരുന്ന റെമി കൊല്ലപ്പെട്ടതോടുകൂടി സൈലാസ് വഴി റെമി വഴി ഗുരുവിലെത്താനുള്ള മാർഗവും ടീബിങ് അടച്ചിരിക്കുകയാണ്. ഈ ചിന്തകൾ ടീബിങ്ങിന്റെ മനസ്സിലേക്ക് വരുമ്പോൾ റോബർട്ട് ലാങ്ടൺ തികച്ചും അപ്രതീക്ഷിതമായ ഒരു കാര്യം ചെയ്തു. അയാൾ
തന്റെ കൈവശമിരുന്ന ആ ചുരുൾ പേടകം പെട്ടെന്ന് മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു കാരണവശാലും ആ ചുരുൾ പേടകം റോബർട്ട് ലാങ്ടൺ നശിപ്പിക്കില്ല എന്ന് 100% വിശ്വസിച്ചിരുന്ന ടീബിംഗ് പോലും അറിയാതെ ടീബിങ്ങിന്റെ കയ്യിലെ തോക്കിൽ നിന്ന് വെടി പൊട്ടി. ഒരു കൈയിൽ തോക്കും മറുകൈയിൽ താങ്ങുവടിയുമായി നിന്ന ടീബിംഗ് പെട്ടെന്ന് അത് രണ്ടും കളഞ്ഞ് മുകളിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ചുരുൾ പേടകം പിടിക്കാനായി മുന്നോട്ട് കുതിച്ചു. ലാങ്ടൺ മുകളിലേക്ക് ഇട്ട ചുരുൾ പേടകം താഴെ വീഴുന്നതിന് മുമ്പ് പിടിക്കാനായി മുന്നോട്ട് ചാടിയ ടീബിംഗ് ഒരു പരുവത്തിലാണ് അത് എത്തിപ്പിടിച്ചത്. പക്ഷെ അയാൾക്ക് അതിന്റെ ഒരു വശത്തെ പിടിക്കാൻ പറ്റിയുള്ളൂ. മറുഭാഗം കൃത്യമായും തറയിലിടിച്ചു. തറയിൽ അത് ഇടിച്ച നിമിഷത്തിൽ ആ ഗ്ലാസ് പൊട്ടി. അതിനകത്തുണ്ടായിരുന്ന വിനാഗിരി പുറത്തേക്ക് ഒഴുകി. വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ ഈ സംഭവങ്ങൾ ഇങ്ങനെ അരങ്ങേറുന്ന അതേ സമയത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് ബിഷപ്പ് അരിങ്കരേസിയുടെ ബോഡിയുമായി സൈലസ് ഓടിക്കേറുകയാണ്. ആശുപത്രിക്കകത്തേക്ക് ഒരു പുരോഹിതനെ തൂക്കി പിടിച്ചുകൊണ്ട് അർദ്ധനഗ്നനായ ഒരാൾ കയറി വരുന്നത് വളരെ അമ്പരപ്പോടു കൂടിയാണ് അവിടെയുള്ള ആളുകൾ കണ്ടത്. അപ്പോഴും നന്നായി മഴ പെയ്യുകയാണ്. മഴയത്ത് നനഞ്ഞു കൊവുന്ന ഒരു അണ്ടർവെയർ മാത്രം ധരിച്ച മനുഷ്യൻ ഒരു പുരോഹിതനെ ഇരു കൈകളിലുമായി എടുത്തിരിക്കുകയാണ്. ഹോസ്പിറ്റൽ ജീവനക്കാർ സ്ട്രെച്ചറുമായി ഓടിയെത്തിയതും സൈലസ് ബിഷപ്പ് അരിങ്കരേസിയെ ആ സ്ട്രെച്ചറിലോട്ട് കിടത്തി. തന്റെ റിവോൾവറിൽ നിന്ന് വെടിയുണ്ട കൊണ്ടത് ബിഷപ്പ് അരിങ്കരേസയ്ക്കാണെന്ന് കണ്ടതും തോക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സൈലസ് അരിങ്കരേസി എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പോലീസിന് മനസ്സിലാകുമ്പോഴേക്കും അരിങ്കരേസിയും കൊണ്ട് സൈലസ് ഓടി രക്ഷപ്പെട്ടിരുന്നു. അരിങ്കരേസിയും സൈലസിനെ പിന്തുടർന്ന് പോലീസ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സൈലസ് സ്ട്രെച്ചറിലേക്ക് അരിങ്കരേസയെ കിടത്തപ്പോ അരിങ്കരേസയ്ക്ക് ബോധമുണ്ട്. അരിങ്കരേസയുടെ കൈ പിടിച്ചുകൊണ്ട് സൈലസ് കരയുകയാണ്. പിതാവേ ക്ഷമിക്കണം, പിതാവേ ക്ഷമിക്കണം, പിതാവേ ക്ഷമിക്കണം. തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അങ്ങനെ കരഞ്ഞു പറയുന്നത് കണ്ട അരിങ്കരേസ സൈലസിനോട് പറഞ്ഞു, സൈലസ് നീ പ്രാർത്ഥിക്ക്, ഉറപ്പായും നല്ലത് വരും, നീ പ്രാർത്ഥിക്ക്. അങ്ങനെ ബിഷപ്പ് അരിങ്കരേസ് പറയുമ്പോഴേക്കും ആ സ്ട്രെച്ചറും ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തെത്തി കഴിഞ്ഞു. അദ്ദേഹത്തെ ആശുപത്രി ജീവനക്കാർ അകത്തേക്ക് കൊണ്ടുപോയി. ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് ബിഷപ്പ് അരിങ്കരേസ കടക്കുന്ന കണ്ടതും സൈലസ് സാവധാനം പുറത്തേക്ക് ഇറങ്ങി. ആശുപത്രിയിൽ നിന്ന് മഴയത്തേക്ക് ഇറങ്ങിയ സൈലസ് ആ മഴയത്ത് എങ്ങോട്ടോ നീങ്ങുകയാണ്. ഏതാനും മിനിറ്റിൽ കഴിഞ്ഞപ്പോഴാണ് പോലീസ് അങ്ങോട്ടേക്ക് വരുന്നത്. പോലീസ് അവിടെ എത്തപ്പോഴാണ് അകത്ത് ഓപ്പറേഷൻ തിയേറ്ററിലുള്ളത് ബിഷപ്പ് അരിങ്കരേസയാണെന്ന് ആശുപത്രി ജീവനക്കാർ അറിയുന്നത്. പോലീസിനോട് ആശുപത്രി ജീവനക്കാർ അവിടെ എത്തിയ അർദ്ധനഗ്നായ വ്യക്തി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാതെ പുറത്തുപോയ കാര്യവും സൂചിപ്പിച്ചു. അവിടെ എത്തിയ അർദ്ധനഗ്നായ വ്യക്തിയുടെ പുറത്തുനിന്ന് രക്തം വാർന്നൊലിക്കുന്നത് അവരും കണ്ടിരുന്നു. അയാൾ ചികിത്സയ്ക്ക് തയ്യാറാകാതെ മഴയത്തേക്ക് ഇറങ്ങിയായിരുന്നു. പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്ന സൈലസ് ആണ് ബിഷപ്പ് അരിങ്കരേസിയുമായി ഹോസ്പിറ്റലിൽ എത്തിയത്. അരിങ്കരേസിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യിച്ചിട്ട് സൈലസ് മഴയത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സൈലസ് എന്ത് ചെയ്യാനായിരിക്കും പുറത്തേക്ക് ഇറങ്ങിയത്? പോലീസ് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടെ വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ സംഭവം ആകെ മാറി മറിയുകയാണ്. താഴേക്ക് വീഴുകയായിരുന്ന ചുരുൾപേടകത്തെ പിടിക്കാനായി മുന്നോട്ട് കുതിച്ച ടീബിംഗ് തറയിൽ ആ ചുരുൾപേടകം വീഴുന്നതിന് മുമ്പ് അതിനെ ഒരു ഭാഗം പിടിച്ചെങ്കിലും മറുഭാഗം തറയിലിടിച്ച് ചുരുൾപേടകം പൊട്ടി. ആ മാർബിൾ ചുരുൾപേടകം തറയിലിടിച്ച ആ നിമിഷത്തിൽ അകത്ത് ഗ്ലാസ് പൊട്ടുന്നതും വിനാഗിരിയുടെ ഗന്ധം മൂക്കിലേക്ക് അടിക്കുന്നതും ടീബിങ്ങിന് തിരിച്ചറിയാം. ടീബിംഗ് അകത്തുള്ള പേപ്പർ നശിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ചുരുൾപേടകം വലിച്ചു തുറന്നപ്പോ ടീബിങ്ങിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ചുരുൾപേടകം തുറന്നു വന്നു. ആ ചുരുൾപേടകം തുറക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കോഡ് വേണം. ആ കോഡ് വാക്കില്ലാതെ ചുരുൾപേടകം തുറന്നിരിക്കുന്നു. അമ്പരപ്പോടെ ആ ചുരുൾപേടകത്തിന്റെ കവറിലേക്ക് നോക്കിയ ടീബിംഗ് ഒന്ന് ഞെട്ടി. അവിടെ ഒരു വാക്ക് കറക്റ്റായി കാണാം. 5 അക്ഷരങ്ങളുള്ള വാക്കാണ് ചുരുൾപേടകത്തിൽ കൃത്യമായി കാണുന്നത്. ആ വാക്ക് ആപ്പിൾ എന്നാണ്. APPLE. സർ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കഥ എല്ലാവർക്കും അറിയാം. ആ ആപ്പിൾ രഹസ്യ കോഡാക്കി വെച്ച് ജാക്ക് സുനീർ അവസാനത്തെ കളി കളിച്ചതാണ്. ആപ്പിൾ എന്ന കോഡ് ആ ചുരുൾപേടകത്തിന് കൊടുത്ത് ചുരുൾപേടകം തുറന്ന് അതിനകത്തുനിന്ന് ആ ചുരുള് റോബർട്ട് ലാങ്ടൺ കൈക്കലാക്കിയിട്ടുണ്ട്. റോബർട്ട് ലാങ്ടന്റെ കോട്ടിന്റെ പോക്കറ്റിൽ ആ പേപ്പർ ഉണ്ട്. ആ ചിന്ത ടീബിങ്ങിന്റെ മനസ്സിലേക്ക് വന്നപ്പോ ടീബിങ് ഒരു കാഴ്ച കൂടി കണ്ടു. അയാളുടെ നേരെ തോക്കു ചൂണ്ടി സോഫിനവ നിൽക്കുന്നത്. ഫ്രഞ്ച് പോലീസിലെ ഉദ്യോഗസ്ഥ കൂടിയായ സോഫിനവ തോക്കു ചൂണ്ടിരിക്കുന്ന കാണുമ്പോൾ അറിയാം അനങ്ങിയ അവൾ അയാൾ വെടിവെക്കുമെന്ന്. അത് കണ്ടതും ടീബിങ് റോബർട്ട് ലാങ്ടനോട് പറഞ്ഞു, റോബർട്ട് പ്ലീസ് അതൊന്ന് പറയാവോ, അതിൽ ആ രഹസ്യം എന്താണെന്ന് പറയാവോ? ഒരു ജന്മം തന്നെ ആ രഹസ്യം അറിയാൻ വേണ്ടി മാറ്റിവെച്ച വ്യക്തിയാണ് സർ ലീ ടീബിങ്. ലീ ടീബിങ് അറിയാൻ ആഗ്രഹിച്ച ആ രഹസ്യം ഇതാ റോബർട്ട് ലാങ്ടന്റെ പോക്കറ്റിലുണ്ട്.
റോബർട്ട് ലാങ്ടണും സോഫിയും ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ വാതിൽ തുറന്നുകൊണ്ട് ബേസു ഫാഷെ ടീമും അകത്തേക്ക് വന്നു. ബേസു ഫാഷയ്ക്കൊപ്പം ലണ്ടൻ പോലീസാണ് വന്നിരിക്കുന്നത്. ബേസു ഫാഷെ പെട്ടെന്ന് അവിടെ കണ്ട സോഫി നബിയും ലാങ്ടണും ഒന്ന് ഞെട്ടി. രണ്ടുപേരും നോക്കി ചിരിച്ചുകൊണ്ട് ബേസു ഫാഷെ പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് എന്നെ ഒന്ന് കാണാൻ. എന്തായാലും നിങ്ങൾ സുരക്ഷിതരായിരിക്കുന്നല്ലോ, നന്നായി. ശരിക്കും അപ്രതീക്ഷിതമായ ഒരു വാചകമാണ് ബേസു ഭാഷയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ബേസു ഭാഷയെ കഴിഞ്ഞ രാത്രി അവരെ രണ്ടുപേരെയും വേട്ടയാടിയ വ്യക്തിയാണ്. ആ വ്യക്തി ഇതാ നേരം വെളുത്തപ്പോ അവരോട് വളരെ സൗഹൃദത്തിലാണ് സംസാരിക്കുന്നത്. സൗഹൃദത്തിൽ സംസാരിച്ച ബേസു ഭാഷയെ പെട്ടെന്ന് അയാളുടെ കൂടെയുള്ള ആളുകൾക്ക് ആജ്ഞ കൊടുത്തു ടീബിങ്ങിനെ അറസ്റ്റ് ചെയ്യാൻ. ടീബിങ് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്തെന്നുള്ള കാര്യം ഇതാ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ധാരണയാണ് പെട്ടെന്ന് റോബർട്ട് ലാങ്ടണും സോഫി നബിക്കും ഉണ്ടായത്. ടീബിങ്ങിനെ പൊക്കിയെടുത്തുകൊണ്ട് പോലീസ് വാതിൽക്കലേക്ക് നടക്കുമ്പോൾ ടീബിങ്ങിനോടായി ലാങ്ടൺ പറഞ്ഞു, ടീബിങ്, അർഹത ഉള്ളവരെ തിരിക്കാസ കണ്ടെത്തുമെന്ന് നിങ്ങളാണ് എന്നോട് പറഞ്ഞത്. നിങ്ങൾക്ക് അത് കണ്ടെത്താനുള്ള അർഹത ഇല്ലാത്തത് കൊണ്ടാണ് അത് കാണാൻ നിങ്ങൾക്ക് പറ്റാതെ പോയത്. തിരിക്കാസയെ കുറിച്ചുള്ള രഹസ്യം ഇതാ ഏതാനും അടികൾ വ്യത്യാസത്തിൽ സാക്ഷാൽ റോബർട്ട് ലാങ്ടന്റെ ആ പോക്കറ്റിൽ ഇരിക്കുകയാണ്. ലീ ടീബിങ്ങിനോട് ബേസു ഭാഷ സംഘവും പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായി ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടും ലീ ടീബിങ് കാര്യമൊന്നും ഏറ്റില്ല. അയാൾ ശരിക്കും നിരപരാധി എന്നാണ് തുടക്കം മുതലേ പറയുന്നത്. ലീ ടീബിങ്ങിന്റെ ഷാറ്റു വിലയിൽ നിന്ന് ലഫ്റ്റനന്റ് കോള് നൽകിയ വിവരങ്ങളാണ് ലീ ടീബിങ്ങിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് ബേസു ഭാഷയെ എത്തിച്ചത്. പാരീസിലെ വളരെ പ്രധാനപ്പെട്ട പല ഓഫീസുകളും അതുപോലെ വ്യക്തികളും ലീ ടീബിങ്ങിന്റെ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു. ആ സ്ഥലങ്ങളൊക്കെ ടീബിങ് നിരീക്ഷിച്ചിരുന്നത് ചില പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്. ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ അയാൾ പല സ്ഥലത്ത് സ്ഥാപിച്ചിരുന്നു. യാക് സുനീറിന്റെ മേശപ്പുറത്തുള്ള ആ പ്രതിമയ്ക്കുള്ളിൽ ഓഡിയോ റെക്കോർഡിംഗ് ഡിവൈസ് ടീബിങ് സ്ഥാപിച്ചത് രസകരമായ ഒരു രീതിയിലാണ്. ലീ ടീബിങ് ഒരിക്കൽ യാക് സുനീറിനെ അയാളുടെ വസതിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു. യാക് സുനീറിന് ശരിക്കും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ അസാമാന്യമായ അറിവുണ്ടെന്നും ആ അറിവ് യാക് സുനീറിന്റെ ആ മേശപ്പുറത്തിരിക്കുന്ന യോദ്ധാവിന്റെ പ്രതിമ കാണുമ്പോൾ അറിയാമെന്നൊക്കെ കത്തിൽ ലീ ടീബിങ് സൂചിപ്പിച്ചിരുന്നു. ഷാറ്റു വില്ലയിലേക്ക് വരുമ്പോൾ ആ പ്രതിമ കൂടി കൊണ്ടുവരണേ എന്ന് ലീ ടീബിങ് ആ കത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കാണാനുള്ള കൗതുകത്തിന് വേണ്ടിയാണ് അത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത്. പറഞ്ഞതുപോലെ യാക് സുനീർ ഷാറ്റു വില്ലയിലെത്തി ആ പ്രതിമയുമായി. ആ പ്രതിമ കണ്ടപ്പോ അതിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞ് യാക് സുനീറിനെ ടീബിങ് ശരിക്കും പുകഴ്ത്തുകയും ചെയ്തു. അതിനുശേഷം ആ പ്രതിമ സ്വീകരണ മുറിയിൽ ഇരിക്കുമ്പോൾ ലീ ടീബിങ് യാക് സുനീറിനെ ഡൈനിങ് ടേബിളിലേക്ക് ക്ഷണിച്ചു. അവർ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വീകരണ മുറിയിലെത്തിയ റമി ആ പ്രതിമയ്ക്കുള്ളിൽ രഹസ്യമായി ഒരു ഓഡിയോ ഡിവൈസ് പിടിപ്പിക്കുകയായിരുന്നു. ആ ഓഡിയോ ഡിവൈസ് വഴിയാണ് യാക് സുനീർ മഹാഗുരുവാണെന്നും യാക് സുനീറിന് 3 സ്വനീക്ഷികളുമായി ബന്ധമുണ്ടെന്നും അവർ പ്രേറിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരാണെന്നും ആ രഹസ്യം പുറത്താക്കാൻ യാക് സുനീർ മടിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ അയാൾ അറിയുന്നത്. കഥകളൊക്കെ കുറേശ്ശെ ബേസു ഭാഷയെ ടീബിങ്ങിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലീ ടീബിങ്ങിനെ ചോദ്യം ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിയിട്ട് ബേസു ഭാഷയെ ബിഷപ്പ് അരിങ്കരേസയുടെ അടുത്തെത്തി. അദ്ദേഹം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആശുപത്രി കിടക്കയിൽ വിശ്രമിക്കുമ്പോഴാണ് ബേസു ഭാഷ അവിടെ എത്തിയത്. ബിഷപ്പ് അരിങ്കരേഷയും ബേസു ഭാഷയും തമ്മിൽ ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് ബിഷപ്പ് അരിങ്കരേസ സൈലസിനെ കാണാനായി അവിടെ ഓപ്പുസ്തയിൽ എത്തിയത്. ആ സമയത്താണ് സൈലസിന്റെ വെടിയേറ്റ് അരിങ്കരേസ വീഴുന്നത്. പിതാവ് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓഫീസർ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ബേസു ഭാഷയോട് ബിഷപ്പ് അരിങ്കരേസ പറയുമ്പോൾ ടിവിയിൽ ഒരു വാർത്ത കാണിക്കുകയാണ്. ഷാറ്റു വിലയിൽ നിന്നുള്ള ഒരു പത്രസമ്മേളനമാണ് കാണിക്കുന്നത്. പത്രക്കാരെ അഭിസംബോധന ചെയ്യുന്നത് ലഫ്റ്റനന്റ് കോളയാണ്. ലഫ്റ്റനന്റ് കോളയോട് പത്രക്കാർ ചോദിക്കുകയാണ്, മിസ്റ്റർ കോളെ, നിങ്ങളുടെ ചീഫ് മിസ്റ്റർ ബേസു ഭാഷെ 2 നിരപരാധികളെ ക്രൂശിക്കത്തക്ക രീതിയിൽ ഇന്നലെ എല്ലാ TV ചാനലുകളിലും ഒരു വാർത്ത കൊടുത്തിരുന്നല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? ബേസു ഭാഷയ്ക്ക് എതിരായിട്ടുള്ള ഒരു ചോദ്യമാണ് ലഫ്റ്റനന്റ് കോളയോട് പത്രക്കാർ ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും ലഫ്റ്റനന്റ് കോളെ പത്രക്കാരോട് പറഞ്ഞു, അത് ഞങ്ങളുടെ ചീഫിന്റെ ഒരു രീതിയാണ്. യഥാർത്ഥ പ്രതിയെ പുറത്തിറക്കാൻ വേണ്ടി ഞങ്ങളുടെ ഏജന്റ് കൂടിയായ സോഫി നബിയെയും അവരുടെ സുഹൃത്തായ റോബർട്ട് ലാങ്ടനെയും ചീഫ് ഉപയോഗിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല, പക്ഷെ എന്റെ ധാരണ അതാണ്. ഞങ്ങളുടെ ചീഫ് ശരിക്കും ഇന്റലിജന്റ് ആണ്. ചീഫ് വളരെ വിദഗ്ധമായി ഒരുക്കിയ കെണിയിൽ യഥാർത്ഥ പ്രതി ലീ ടീബിങ് പെടുകയായിരുന്നു. സോഫി നബിയെയും റോബർട്ട് ലാങ്ടനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
യഥാർത്ഥ കുറ്റവാളിയായ ലീ ടീബിങ്ങിനെ ബേസു ഫാഷെ വരുതിയിൽ വരുത്തിയതാണെന്ന് ലഫ്റ്റനന്റ് കോളെ പറഞ്ഞപ്പോ അറിയാതെ ബേസു ഫാഷെ പറഞ്ഞു പോവുകയാണ്. അല്ലെങ്കിലും ഈ കോളെ ഒരു നല്ലവനാണ്. ലഫ്റ്റനന്റ് കോളയുടെ ആ മറുപടി ബേസു ഫാഷയെ ശരിക്കും സന്തോഷിപ്പിക്കുകയാണ്. ബേസു ഫാഷയുടെ മുഖത്തെ പുഞ്ചിരി കണ്ടതും ബിഷപ്പ് അരിങ്കരേസെ ബേസു ഫാഷയോട് പറഞ്ഞു, ഓഫീസർ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയായി. അങ്ങനെ ബിഷപ്പ് അരിങ്കരേസ പറഞ്ഞതും ബേസു ഫാഷെ ഒരു മോതിരം ബിഷപ്പ് അരിങ്കരേസയുടെ കയ്യിലേക്ക് കൊടുത്തു. ഈ മോതിരം അങ്ങനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബേസു ഫാഷെ ഒരു സൂട്ട് കേസ് കൂടി അരിങ്കരേസിന്റെ കയ്യിലേക്ക് കൊടുത്തു. അരിങ്കരേസിന്റെ കയ്യിലുണ്ടായിരുന്ന ആ സൂട്ട് കേസ് പോലീസ് പിടിച്ചെടുത്തതാണ്. അത് ബേസു ഫാഷെ തിരിച്ച് അരിങ്കരേസിനെ കൊടുത്തു. 20 മില്യൺ യൂറോയുടെ വത്തിക്കാൻ പ്രോമിസറി നോട്ടുകളാണ് അതിനകത്തുള്ളത്. ആ സൂട്ട് കേസ് കയ്യിലേക്ക് വാങ്ങാതെ അരിങ്കരേസ ബേസു ഫാഷയോട് പറഞ്ഞു, മിസ്റ്റർ ഓഫീസർ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. എന്താ പിതാവേ ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞാലും? ഓഫീസർ ഈ പണം എനിക്ക് വേണ്ട. ഈ പണം സൈലസിനെ കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക് വീതം വെച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്താൽ അതായിരിക്കും നല്ല കാര്യം. സൈലസിനാൽ തലേ ദിവസം രാത്രി കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ ഉറപ്പായും ആ പണത്തിന് അർഹരാണെന്ന് അത് കേട്ടപ്പോ ബേസു ഫാഷയ്ക്ക് തോന്നി. ബേസു ഫാഷെ അങ്ങനെ ചെയ്യാമെന്ന് അരിങ്കരേസോട് പറഞ്ഞപ്പോ കുറച്ചു മാറി ഓവലിനടുത്ത് ഒരു ഗ്രൗണ്ടിൽ മഴയത്ത് ഒരു രൂപം അങ്ങനെ തറയിൽ കിടക്കുകയാണ്. നിശ്ചലനായ ആ രൂപത്തെ നമ്മൾ അറിയും, അത് സാക്ഷാൽ സൈലസ് ആണ്. സൈലസിന്റെ പുറത്തേറ്റ വെടിയുണ്ടകൾ ഉണ്ടാക്കിയ മുറിവ് ശരിക്കും ഗുരുതരമായിരുന്നു. ആ മുറിവുകൾക്ക് ചികിത്സ തേടാതെ സൈലസ് സ്വയം മരണത്തെ വരിക്കുകയായിരുന്നു. ശരിക്കും നന്നായി മഴ പെയ്യുമ്പോൾ ഒരു കല്ലിനടുത്ത് കമഴ്ന്നു കിടക്കുന്ന സൈലസിന്റെ പുറത്തുകൂടി രക്തം അപ്പോഴും വാർന്ന് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സ്കോട്ട്ലൻഡിലെ എഡിൻബറോയിൽ ഒരു പള്ളിയുടെ മുൻവശത്ത് നിൽക്കുകയാണ് റോബർട്ട് ലാങ്ടനും സോഫി നെബിയും. അവർ ആ ചുരുൾ പേടകത്തിലെ യാങ്സുനീറിന്റെ അവസാന വാക്കുകൾ വായിച്ചിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. ആ ചുരുൾ പേടകം തുറന്നപ്പോൾ റോബർട്ട് ലാങ്ടന് ലഭിച്ചത് ഒരു വരിയാണ്. പൗരാണികമായ റോസ്ലിന് അടിയിൽ തിരിക്കാസ കാത്തിരിക്കുന്നു. അതാണ് ആ വാചകം. യാങ്സുനീറിന്റെ അവസാനത്തെ വെളിപ്പെടുത്തൽ ഇങ്ങനെ ആകുമെന്ന് ലാങ്ടൺ ഒരിക്കലും കരുതിയിരുന്നതല്ല. ആ ചുരുൾപേടകത്തിനകത്ത് ഒരു ഭൂപടമായിരിക്കും ഉണ്ടാകുകയെന്നും ആ ഭൂപടം തിരിക്കാസയിലേക്കുള്ള വഴി തുറക്കുമെന്നാണ് ലാങ്ടൺ കരുതിയിരുന്നത്. പക്ഷെ അതിനു പകരം വെറും ഒരു വരി മാത്രമേ യാങ്സുനീർ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ആ വരിയെ ഫോളോ ചെയ്താണ് എഡിൻബറോയിലെ റോസലിൻ ചർച്ചിലേക്ക് റോബർട്ട് ലാങ്ടനും സോഫി നെബിയും എത്തിയിരിക്കുന്നത്. അവർ ഫോളോ ചെയ്യുന്ന ആ രഹസ്യം അത് എന്താണെന്ന് അറിയാനുള്ള അവരുടെ ഓട്ടത്തിന്റെ അവസാന ലാപ്പിലേക്ക് അവരെത്തിയെന്ന് ഒരു തോന്നൽ അവിടെ എത്തിയപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അനുഭവപ്പെടുന്നുണ്ട്. റോസലിൻ ചാപ്പൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു പുരാതന ചാപ്പലാണ്. ആ ചാപ്പലിന്റെ അടിയിൽ ഒരു അറയുണ്ടെന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു വാർത്തയുണ്ടായി. ആ അറ പരിശോധിക്കണമെന്ന് പലരും അഭിപ്രായപ്പെട്ടെങ്കിലും പള്ളിയുടെ അടിയിലായതുകൊണ്ട് ആ അറ പരിശോധിക്കേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് അവസാനം പള്ളിയുടെ ട്രസ്റ്റികൾ എത്തിയത്. ആ അറ മഗ്ദല മറിയത്തിന്റെ ശവക്കല്ലറ ആണെന്നുള്ള അഭ്യൂഹം സ്വാഭാവികമായിട്ടും അന്നു മുതലേ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോസലിൻ ചാപ്പൽ സന്ദർശിക്കാനായി ആളുകൾ ഇങ്ങനെ ഒഴുകി വരും. മഗ്ദല മറിയവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ, തിരുക്കാസ്യവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഒക്കെ അവിടുത്തെ ആ നിലവറയ്ക്കുള്ളിലാണ് ഉള്ളത്. അങ്ങനെ ഒരു ധാരണയാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളത്. എത്രത്തോളം അതിൽ സത്യമുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ആ സത്യം തിരിച്ചറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും പള്ളി പൊളിച്ച് നിലവറയ്ക്കുള്ളിലേക്ക് ഇറങ്ങണം. പക്ഷെ നിലവറയിലേക്ക് ഇറങ്ങാനും പള്ളി പൊളിക്കാനും അനുവാദമില്ലാത്തത് കൊണ്ട് അത് അങ്ങനെ തന്നെ തുടരുകയാണ്. ഈ കഥകളൊക്കെ റോബർട്ട് ലാങ്ടൺ കേട്ടിട്ടുണ്ട്. റോബർട്ട് ലാങ്ടനും സോഫി നെബിയും പള്ളിയിലേക്ക് കടക്കുമ്പോൾ അവർ ആലോചിച്ചതും അതാണ്. ശരിക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് ആ റോസ്ലിൻ ചർച്ച്. അവിടെ അങ്ങനെ ഒരു രഹസ്യം ഒളിപ്പിച്ചു വെക്കാൻ യാങ്സുനീർ തയ്യാറാകുമോ? അതൊരു ചോദ്യമാണ്. കാറിൽ നിന്ന് പുറത്തിറങ്ങി പള്ളിക്ക് നേരെ നടക്കുമ്പോൾ സോഫി നെബിയുടെ കയ്യിൽ ആ ഈട്ടിപ്പെട്ടിയുണ്ട്. ബേസു ഫാഷെ ടീബിങ്ങിന്റെ ആ വിമാനത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന അതേ പെട്ടി. ആ പെട്ടിയിലാണ് ആ ചുരുൾപേടകത്തിൽ നിന്ന് എടുത്ത കവിതയും അവസാനത്തെ വരികളൊക്കെ വെച്ചിരിക്കുന്നത്. ആ വിനാഗിരി ഉണ്ടായിരുന്ന ഗ്ലാസ് പേടകം ഇല്ലാന്ന് മാത്രം. ആ പെട്ടിയുമായി സോഫി നെബിയും റോബർട്ട് ലാങ്ടനും പള്ളിക്ക് നേരെ നടന്നു തുടങ്ങി. പള്ളിയുടെ നേരെ നടക്കുമ്പോൾ രണ്ടുപേർക്കും ഒരു കൗതുകമുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു പള്ളിയുടെ
ശൈലിയൊന്നുമല്ല ആ ബിൽഡിങ്ങിനുള്ളത്. അതിന് ജെറുസലേമിലെ സോളമന്റെ ക്ഷേത്രവുമായിട്ടാണ് ശരിക്കും സാമ്യമുള്ളത്. സോളമന്റെ ക്ഷേത്രത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പള്ളിയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സാധാരണ പള്ളികളൊക്കെ ഒരു കുരിശിന്റെ രൂപത്തിലാണ്, പക്ഷെ ഇത് അതല്ല. ഇത് ഒരു ദേവാലയത്തിന്റെ രൂപത്തിലാണ്. അമ്പലങ്ങൾ പോലെയാണ് കെട്ടപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സോളമന്റെ ആ ദേവാലയത്തിന് അതുപോലെ പറിച്ച് നട്ട ഒരു പ്രതീതിയാണ് റോസ്ലിൻ ചർച്ച് കാണുന്ന ആർക്കും ഉണ്ടാവുക. ലാങ്ടനും സോഫിയും കടന്നപ്പോ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് അവിടെയുള്ള കൊത്തുപണികളാണ്. ശരിക്കും മനോഹരമായ കൊത്തുപണികളുള്ള തൂണുകളും ചുവരുകളും വാതിലുകളും മേൽക്കൂരയൊക്കെ ഉള്ള അതിമനോഹരമായ ചർച്ച്. മിത്രദേവനെ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ സൂര്യനെ ആരാധിച്ചിരുന്ന ക്ഷേത്ര യോദ്ധാക്കൾ നിർമ്മിച്ച ഒരു ക്ഷേത്രം തന്നെയാണ് ആ ബിൽഡിംഗ്. ഒറ്റ നോട്ടത്തിൽ അത് വ്യക്തമാണ്. അകത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ അകത്തുള്ള സന്ദർശകർക്ക് ആ ദേവാലയത്തിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോഫിയും ലാങ്ടനും അകത്തേക്ക് കടക്കുകയാണ്. പെട്ടെന്ന് സോഫി നിന്നു. എന്തു പറ്റി സോഫി? റോബർട്ട്, ഞാനിവിടെ മുന്നേ വന്നിട്ടുണ്ട്. സോഫി, നിനക്ക് വെറുതെ തോന്നുന്നതാണ്. ഇത് റോസ്ലിൻ ചർച്ചാണ്. ഈ ചർച്ചിനെ പോലെ തന്നെ സമാന സ്വഭാവത്തിലുള്ള ചർച്ചകൾ വേറെയും ഉണ്ട്. അവിടെ ചിത്രങ്ങളും വേറെയുണ്ട്. നീ അവിടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇവിടെ വന്നപ്പോ അങ്ങനെ തോന്നിയത്. റോബർട്ട്, അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത്. ഞാൻ കുട്ടിയായിരുന്നപ്പോ മുത്തശ്ശ ഒന്നിച്ച് ഇവിടെ വന്നതുപോലെ ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് ദേവാലയത്തിന്റെ മുൻഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സോഫി ലാങ്ടനോട് പറഞ്ഞു, ദേ ആ തൂണുകൾ കണ്ടില്ലേ? ആ തൂണുകൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ തൂണുകളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സോഫി പെട്ടെന്ന് ആ തൂണുകളുടെ അടുത്തേക്ക് നടന്നു. സോഫി ആ തൂണിന് നേരെ നടക്കുന്ന കണ്ടതും ലാങ്ടനും കൂടെ എത്തി. ലാങ്ടൺ സോഫിയോട് പറഞ്ഞു, സോഫി, ഞാൻ പറഞ്ഞില്ലേ ഈ ശൈലിയുള്ള തൂണുകൾ വേറെ സ്ഥലങ്ങളിലും ഉണ്ട്. നീ മറ്റേതെങ്കിലും ദേവാലയങ്ങളിൽ ഇങ്ങനെ കണ്ടതാവും, പ്രത്യേകിച്ച് മേസൺ ദേവാലയങ്ങളിൽ. റോബർട്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെയും ഒരു മേസൺ ദേവാലയത്തിൽ പോയിട്ടില്ല. എനിക്ക് ഉറപ്പാണ് ഞാൻ ഇവിടെ തന്നെയാണ് വന്നിട്ടുള്ളത്. സോഫി അത് പറഞ്ഞപ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ അവിടേക്ക് എത്തി. അവനോടൊപ്പം ഉണ്ടായിരുന്ന സന്ദർശകരെ യാത്രയാക്കിയിട്ടാണ് അവൻ അങ്ങോട്ട് വന്നത്. അടുത്തേക്ക് എത്തി അവൻ അവരോട് ചോദിച്ചു, നിങ്ങളും തിരിക്കാസ് അന്വേഷിച്ചു വന്നതാണല്ലേ? ആ ചെറുപ്പക്കാരൻ അങ്ങനെ ചോദിച്ചതും പെട്ടെന്ന് സോഫി പറഞ്ഞു, അതെ, ഇവിടെ ഒരു കോഡില്ലേ? സോഫിയുടെ ആ ചോദ്യം കേട്ടതും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെ, ഇവിടെ ഒരു കോഡുണ്ട്. ആ ചാപ്പലിലെ വാതിലുകൾ ഒരു റാ ആകൃതിയിലുള്ള വാതിലുകളാണ്. ആ വാതിലുകളിൽ കല്ലുകളാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ആ കല്ലുകളിൽ നിന്ന് മുകളിലേക്ക് കല്ലുകൾ അങ്ങനെ പോകുമ്പോൾ ആ കല്ലുകൾക്ക് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷന്റെ പിന്നിൽ എന്തോ ഒരു കോഡ് ഉണ്ടെന്നുള്ള ഒരു ഊഹം പലർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ചാപ്പൽ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ ഓരോ വാതിലിന്റെ മുകളിലെയും കല്ലുകൾ എണ്ണി നോക്കിയും അതിന്റെ രൂപം നോക്കിയും അതിന്റെ ഒരു ക്രമീകരണമൊക്കെ നോക്കാറുണ്ട്. എന്തോ ഒരു കോഡ് അവിടെ ഒളിച്ചിരിക്കുകയാണെന്നുള്ള ഒരു തോന്നൽ പലർക്കുമുണ്ട്. തിരിക്കാസയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു രഹസ്യം വാതിലിന്റെ മുകളിലുള്ള ആ കല്ലുകൾക്കിടയിലുണ്ടെന്ന് ധാരണ ഉള്ളത് കൊണ്ട് ആളുകളൊക്കെ അത് വന്ന് നിരീക്ഷിക്കാറുണ്ട്. ആ ഒരു ചിന്തയിലാണ് ആ ചെറുപ്പക്കാരൻ ആ കോഡിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. ചെറുപ്പക്കാരൻ പറഞ്ഞതും പെട്ടെന്ന് സോഫി നവേ ഒരു വാതിലിന് നേരെ നടന്നു. വാതിൽ എന്ന പദം ആ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സോഫി ഉറക്കത്തിൽ എന്ന പോലെ നടന്ന് ഒരു വാതിലിനടുത്തെത്തി. വാതിലിന് നേരെ അല്പദൂരം നടന്ന സോഫി എന്തോ ആലോചിച്ചിട്ട് അവിടെ നിന്നു. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നടന്ന് ലാങ്ടന്റെ അടുത്തെത്തി. ലാങ്ടന്റെ കയ്യിലേക്ക് അവളുടെ കയ്യിലിരുന്ന പെട്ടി ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവൾ വീണ്ടും വാതിലിന് നേരെ നടന്നു. അവിടെ വാതിലിനപ്പുറത്ത് എന്തോ ഒരു കോഡുണ്ട്. അത് നോക്കാൻ വേണ്ടിയാണ് സോഫി പോയത്. ഈ സമയത്ത് ലാങ്ടന്റെ അടുത്ത് നിൽക്കുന്ന ഗൈഡ് ലാങ്ടന്റെ കയ്യിലിരിക്കുന്ന പെട്ടി തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. ആ പെട്ടിയിലേക്ക് വീണ്ടും വീണ്ടും നോക്കിയിട്ട് ആ ചെറുപ്പക്കാരൻ ലേശം സംശയിച്ച് ലാങ്ടനോട് ചോദിച്ചു, അല്ല, ഈ പെട്ടി എവിടുന്നാ കിട്ടിയേ? ആ ഗൈഡിന്റെ ചോദ്യം കേട്ടപ്പോ ലാങ്ടൺ ഒന്ന് പുഞ്ചിരിച്ചു. ചിരിച്ചുകൊണ്ട് ലാങ്ടൺ ആ ഗൈഡിനോട് പറഞ്ഞു, അതൊരു നീണ്ട കഥയാണ്. ശരിക്കും ഒരു നീണ്ട കഥയാണ് ആ പെട്ടി കിട്ടിയ കഥ എന്ന് പറയുന്നത്. ലാങ്ടന്റെ മറുപടി കേട്ടതും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇത് ശരിക്കും അതിശയമായിരിക്കുന്നു. ഇതുപോലൊരു പെട്ടി എന്റെ മുത്തശ്ശിയുടെ കയ്യിലുമുണ്ട്. ഇതേപോലെ ഈട്ടിത്തടി കൊണ്ടുള്ള പെട്ടിയാണ്. ഇതേപോലെ റോസാപുഷ്പം ആ പെട്ടിയിൽ കൊത്തിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, വിജാഗിരി പോലും ഇതുപോലെ തന്നെ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കേട്ടപ്പോ ലാങ്ടൺ ഒന്ന് ചിരിച്ചു. ഒരുപോലെ രണ്ട് പെട്ടികൾ ഉണ്ടാകുന്നതിൽ അതിശയൊന്നുമില്ല. പക്ഷെ ഈ പെട്ടിയെ പോലെ മറ്റൊരു പെട്ടി കൂടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. ഇത് യാങ് സുനീർ അദ്ദേഹത്തിന്റെ ചെറുമകൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത പെട്ടിയാണ്.
അങ്ങനെ ഒരു പെട്ടിയെ ഈ ലോകത്തുള്ളൂ. അക്കാര്യം ലാൻഡന് 100% ഉറപ്പാണ്. ലാൻഡന്റെ മനസ്സിലേക്ക് ആ ചിന്ത കടന്നു വന്നപ്പോ പെട്ടെന്ന് ആ ചാപ്പലിന്റെ ഇടതു ഭാഗത്തുള്ള വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് ആ ഭാഗത്തേക്ക് നോക്കിയ ലാൻഡനും ആ ചെറുപ്പക്കാരനും ആ കാഴ്ച കണ്ടു. ആ ഇടതു ഭാഗത്തെ വാതിലിലൂടെ പുറത്തേക്ക് സോഫി ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയ സോഫി പുൽത്തകിടി കൂടെ നടന്ന് മലയുടെ മുകളിലേക്ക് നടക്കുകയാണ്. റോസ്ലിൻ ചാപ്പലിലേക്ക് വന്നത് മുതൽ സോഫിയുടെ പെരുമാറ്റത്തിൽ ഒരു വല്ലാത്ത അസാധാരണത്വം റോബർട്ട് ലാംഗ്ടന് തോന്നിയിരുന്നു. ആ അസാധാരണത്വം ഇതാ ഒന്നുകൂടി വളരുകയാണ്. സോഫി കുന്നിന് മുകളിലേക്ക് നടക്കുന്നത് ഒരു വീട് ലക്ഷ്യം വെച്ചാണ്. മുകളിലൊരു വീട് കാണാം. പള്ളിയിൽ നിന്നാൽ ആ വീട് കാണാൻ പറ്റും. അത് കണ്ട റോബർട്ട് ലാംഗ്ടൺ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അത് ആരുടെ വീടാ? അത് ഈ പള്ളിയുടെ ക്യൂറേറ്ററുടെ വീടാണ്. അവരാണ് റോസ്ലിൻ ട്രസ്റ്റിന്റെ മേധാവി. അത്രയും പറഞ്ഞിട്ട് ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ റോബർട്ട് ലാംഗ്ടനോട് പറഞ്ഞു, അവർ എന്റെ മുത്തശ്ശി കൂടിയാണ്. നിങ്ങളുടെ മുത്തശ്ശിയാണോ റോസ്ലിൻ ട്രസ്റ്റിന്റെ മേധാവി? അതെ, എന്റെ മുത്തശ്ശിയാണ്. ഞാനും അവർക്കൊപ്പമാണ് താമസിക്കുന്നത്. മുത്തശ്ശിയാണ് എന്നെ വളർത്തിയത്. ആ ചെറുപ്പക്കാരൻ ഇത്രയും പറയുന്നതിനിടയിൽ റോബർട്ട് ലാംഗ്ടനും അതിവേഗം പള്ളിയിൽ നിന്ന് പുറത്തെത്തിയിരുന്നു. പള്ളിയിൽ നിന്ന് പുറത്തെത്തിയ റോബർട്ട് ലാംഗ്ടൺ മലയുടെ മുകളിലേക്ക് നടന്നു പോകുന്ന സോഫിയെ വിളിക്കാനായിട്ട് വാ തുറന്നതാണ്. അപ്പോഴാണ് അയാളുടെ മനസ്സിലേക്ക് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ അവസാനത്തെ വാചകം കടന്നു വന്നത്. മുത്തശ്ശിയാണ് എന്നെ വളർത്തിയത്. അങ്ങനെ ഒരു വാചകമാണ് ആ ചെറുപ്പക്കാരൻ അവസാനം പറഞ്ഞത്. ആ വാചകം റോബർട്ട് ലാംഗ്ടന്റെ മനസ്സിലേക്ക് വന്നതും ലാംഗ്ടൺ തിരിഞ്ഞ് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഇതുപോലൊരു പെട്ടി നിന്റെ മുത്തശ്ശിയുടെ കയ്യിലുണ്ടോ? ഉണ്ട്, എന്റെ മുത്തശ്ശിയുടെ കയ്യിലുണ്ട്. ആ പെട്ടി മുത്തശ്ശിക്ക് എങ്ങനെ കിട്ടിയത്? അത് മുത്തശ്ശി കൊടുത്തതാണ്. മുത്തശ്ശിന് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ അറിയാമെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. ഓക്കെ, നിന്നെ വളർത്തിയത് മുത്തശ്ശിയാണെന്ന് നീ പറഞ്ഞല്ലോ. നിന്റെ അച്ഛനും അമ്മയ്ക്ക് എന്തു പറ്റി? എന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ആ ചെറുപ്പക്കാരൻ അത് പറഞ്ഞതും റോബർട്ട് ലാംഗ്ടൺ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിന്റെ അച്ഛനും അമ്മയും മരിച്ചത് കാർ ആക്സിഡന്റിലാണോ? അതെ, കാർ ആക്സിഡന്റിലാ. ആ കാർ ആക്സിഡന്റിൽ അച്ഛനും അമ്മയ്ക്കൊപ്പം മുത്തശ്ശനും ഉണ്ടായിരുന്നല്ലേ? അതെ, മുത്തശ്ശനും ഉണ്ടായിരുന്നു. മുത്തശ്ശ മാത്രമല്ല, നിന്റെ ചേച്ചിയും ഉണ്ടായിരുന്നല്ലേ? അതെ, ചേച്ചി ഉണ്ടായിരുന്നു. സാറിന് എങ്ങനെ അറിയാം? ഈ സംഭാഷണം റോബർട്ട് ലാംഗ്ടനും ആ ചെറുപ്പക്കാരനും തമ്മിൽ നടക്കുമ്പോൾ സോഫി നെവേ ആ മല കയറി വീടിന് അടുത്തെത്തി. വീടിനടുത്തെത്തുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക റൊട്ടി ഉണ്ടാക്കുന്ന ഒരു മണമാണ്. ആ റൊട്ടി ഉണ്ടാക്കുന്ന മണം അനുഭവപ്പെടുന്ന വീടിനകത്തേക്ക് സോഫി നെവേ കടന്നു. അവിടെ ഹാളിൽ ഒരു പ്രായമുള്ള സ്ത്രീ ഇരിപ്പുണ്ട്. അവര് ഒരു ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോഫി നെവേ നടന്ന് ആ സ്ത്രീയുടെ പുറകിലെത്തി. ആ സ്ത്രീ നോക്കിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ ഇപ്പോ സോഫി നെവേക്ക് കാണാം. ആ ഫോട്ടോയിലേക്ക് നോക്കിയ സോഫി നെവേ ശരിക്കും ഒന്ന് ഞെട്ടി. അവൾ കാണുന്നത് അവളുടെ മുത്തശ്ശൻ ഴാങ് സുനീറിന്റെ ഫോട്ടോയാണ്. ആ പ്രായമുള്ള സ്ത്രീ ആ ഫോട്ടോയിലൂടെ ഒന്ന് വിരലോടിക്കുകയാണ്. അവരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഴാങ് സുനീറിന്റെ ഫോട്ടോയിലേക്ക് നോക്കി ആ ഫോട്ടോയിൽ വിരലോടിച്ചുകൊണ്ടിരുന്ന ആ പ്രായമുള്ള സ്ത്രീ പുറകിൽ കാൽപെരുമാറ്റം കേട്ട് ഒന്ന് തിരിഞ്ഞു. അവിടെ ഒരു സ്ത്രീ നിൽക്കുകയാണ്. ആ പ്രായമുള്ള സ്ത്രീ ഫോട്ടോ അവിടെ വെച്ചിട്ട് എണീറ്റു. അവർ നിർനിമേഷിയായി സോഫി നെവേ തന്നെ നോക്കി. അല്പനേരം സോഫി നെവേ നോക്കി നിന്ന അവരുടെ മുഖം പെട്ടെന്ന് വികസിക്കുകയാണ്. അവർ അതിവേഗം സോഫി നെവേക്ക് നേരെ നടക്കുകയാണ്. നടന്ന് സോഫിയുടെ അടുത്തെത്തിയിട്ട് സോഫിയുടെ ഇരു കവിളിലും ഒന്ന് തൊട്ടു. ഇരു കവിളിലും തൊട്ടിട്ട് അവർ മൃദുവായി വിളിച്ചു, സോഫി. സോഫി എന്ന് വിളിച്ചുകൊണ്ട് അവർ സോഫിയുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. തന്നെ നെറ്റിയിൽ ചുംബിച്ച ആ സ്ത്രീയെ നോക്കി സോഫി പറഞ്ഞു, മുത്തശ്ശൻ പറഞ്ഞത് അതെ, നിന്റെ മുത്തശ്ശനും എനിക്കും അങ്ങനെയൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. എല്ലാം നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു രാജകുമാരി, എല്ലാം നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു രാജകുമാരി എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോ ആ നിമിഷം തന്നെ സോഫിയുടെ മനസ്സിലേക്ക് അവളുടെ മുത്തശ്ശി ഇങ്ങനെ കടന്നു വരികയാണ്. അവളുടെ മുത്തശ്ശൻ അവളെ എപ്പോഴും വിളിക്കുക രാജകുമാരി എന്നാണ്. പ്രത്യേകിച്ചും അവളും മുത്തശ്ശനും മാത്രമുള്ളപ്പോ ഇതാ ആ വാക്ക് അവൾ വീണ്ടും കേൾക്കുകയാണ്. സോഫിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ സ്ത്രീ അവളോട് പറഞ്ഞു, നിന്റെ മുത്തശ്ശൻ നിന്നോട് എല്ലാം പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നീ മുത്തശ്ശനുമായി പിണങ്ങി നിൽക്കുകയില്ലായിരുന്നു. അതുകൊണ്ടാ നിന്നോട് ഒന്നും പറയാൻ പറ്റാതെ പോയത്. സോഫിയും മുത്തശ്ശിയും അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണീർ വാർക്കുമ്പോൾ പുസ്തകടിയിലൂടെ ആ ചെറുപ്പക്കാരൻ ഓടി വരികയാണ്. ഓടി വീടിനടുത്തെത്താറായ അവൻ ഉറക്കെ വിളിച്ചു, സോഫി. സോഫി എന്നുള്ള വിളി കേട്ടതും അവൾ മുത്തശ്ശിയെ വിട്ട് അവന്റെ നേരെ ഓടി. ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് സോഫി ഓടി വന്നതും അവൻ അവളെ കെട്ടിപ്പിടിക്കുകയാണ്.
രക്തത്തെ തിരിച്ചറിയുകയാണ്. എത്രയോ കാലങ്ങൾക്ക് ശേഷം സോഫി അവളുടെ അനുജനെ ഇതാ അടുത്ത് കാണുകയാണ്. ഈ സമയത്ത് താഴെ നിന്ന് റോബർട്ട് ലാങ്ടൺ മുകളിലോട്ട് കയറി വരികയാണ്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോ റോബർട്ട് ലാങ്ടണും സോഫിയും സോഫിയുടെ മുത്തശ്ശിയും സോഫിയുടെ സഹോദരനും ഒക്കെ ഒന്നിച്ചിരിക്കുമ്പോ പതുക്കെ കഥകൾ മുത്തശ്ശി പറഞ്ഞു തുടങ്ങി. യേശുക്രിസ്തുവിന്റെയും മഗ്ദലന മറിയത്തിന്റെയും പാരമ്പര്യമാണ് സോഫിയുടെ മാതാപിതാക്കളുടെ പിതാമഹന്മാർക്കുള്ളത്. യേശു മഗ്ദലന മറിയ ദമ്പതികളുടെ മകളിലൂടെ കടന്നു വന്ന ആ പരമ്പര, അവരുടെ ആ പാരമ്പര്യം നിലനിർത്താനായി അവരുടെ കുടുംബ പേരുകളൊക്കെ ഉപേക്ഷിച്ച് ശരിക്കും അജ്ഞാതരെ പോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ സോഫിയുടെ മുത്തശ്ശി റോബർട്ട് ലാങ്ടണോടും സോഫിയോടും അവരുടെ അനുജനോടൊക്കെ പറഞ്ഞു. ആ പരമ്പര അന്യം നിന്ന് പോകാതിരിക്കാനായി പ്രേരിത ആൾക്കാർ എല്ലാ സമയത്തും കണ്ണിൽ എണ്ണയൊഴിച്ച് സോഫിയും കുടുംബത്തെയും സംരക്ഷിച്ച കഥയൊക്കെ മുത്തശ്ശി വ്യക്തമായി അവരോട് പറഞ്ഞു. സോഫിയുടെ അച്ഛനും അമ്മയും കാർ അപകടത്തിൽ പെട്ട വിവരം അറിഞ്ഞ നിമിഷത്തിൽ തന്നെ സോഫിയുടെ മുത്തശ്ശിയും മുത്തശ്ശനും ആ തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ അപകടത്തിൽ സോഫിയുടെ സഹോദരനും മുത്തശ്ശിയും കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള കഥ ലോകത്തോട് പറഞ്ഞത്. സോഫിയുടെ മുത്തശ്ശൻ ശരിക്കും പ്രസിദ്ധനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒടുവിൽ കഴിയാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഴാങ് സുനീർ ചെറുമകളായ സോഫി വന്നിച്ച് പാരീസിൽ തങ്ങിയത്. സോഫിയുടെ മുത്തശ്ശിയും അനുജനും വേറെ പേരിലും വേറെ ബാക്ക്ഗ്രൗണ്ടിലും പല സ്ഥലങ്ങളിലായി ഒളിവിലായിരുന്നു. പ്രേറിയാണ് അവർക്ക് ആവശ്യമായ ഒളിവിടങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്നത്. വളരെ അപൂർവമായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കണ്ടുമുട്ടുമായിരുന്നു. അതും പ്രേറിയുടെ ആളുകളുടെ നിരീക്ഷണത്തിൽ. കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശി ലാങ്ടനോട് പറഞ്ഞു, അതിക്ക് തന്നേക്കൂ. ആ സമയത്ത് ലാങ്ടൺ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒഴിഞ്ഞ ചായക്കപ്പ് ലാങ്ടൺ ആ മുത്തശ്ശിക്ക് കൊടുത്തപ്പോ മുത്തശ്ശി ലാങ്ടനോട് പറഞ്ഞു, അതല്ല, നിങ്ങളുടെ ആ ഇടത് കൈയിരിക്കുന്ന സാധനം. ലാങ്ടൺ ഇടത് കൈയിരിക്കുന്നത് ഒരു പെട്ടിയാണ്. ആ ഈട്ടിപ്പെട്ടി സോഫിയുടെ മുത്തശ്ശൻ സോഫിക്ക് കൊടുത്ത പെട്ടി. ലാങ്ടൺ ആ പെട്ടി മുത്തശ്ശിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ആ പെട്ടി കയ്യിൽ വാങ്ങിയ മുത്തശ്ശി ലാങ്ടനോട് പറഞ്ഞു, ഈ പെട്ടി പാരീസിലെ ഒരാൾക്ക് ശരിക്കും ഇഷ്ടമാണ്. സോഫിയുടെ മുത്തശ്ശന്റെ വലിയ സുഹൃത്താ പുള്ളി, സ്വിസ് ബാങ്കിലെ ആന്ദ്രേ വെർണെ. അയാൾക്ക് പെട്ടി തിരിച്ചു കൊടുത്ത് വലിയ കാര്യമായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അവർ ആ പെട്ടി തുറന്ന് ആ പെട്ടിക്കകത്തുള്ള ചുരുൾ പുറത്തെടുത്തു. ആ ചുരുളിൽ ആ കവിതയുണ്ട്. മുത്തശ്ശി ആ കവിത വായിച്ചു. പുരാതന റോസലിൻ അടിയിൽ തിരിക്കാസ കാത്തിരിക്കുന്നു, വായ്ത്തലയും പാനപാത്രവും അവളുടെ കവാടം കാക്കുന്നു. കലാകുലപതികൾ തൻ മനോജ്ഞ സൃഷ്ടികളാൽ അലങ്കൃതയായ അവൾ ശയിക്കുന്നു. താരനിബിഡമാം ആകാശ ചുവട്ടിൽ അവൾ ഇളം കൊള്ളുന്നു. മനോഹരങ്ങളായ കലാസൃഷ്ടികൾ, ആകാശത്ത് ഇഷ്ടംപോലെ നക്ഷത്രങ്ങൾ, വായ്ത്തലയും പാനപാത്രവും കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന കവാടം, പുരാതനമായ റോസലിൻ, ഇത്രയും കാര്യങ്ങൾ ചേർന്ന് വരുന്ന സ്ഥലത്ത് തിരിക്കാസ കാത്തിരിക്കുന്നു. അതാണ് ഴാങ് സുനീർ കവിതയോട് സൂചിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒത്തുവരുന്നത് ഇവിടെ ഈ എഡിൻബറോയിലെ റോസലിൻ ചർച്ചിലാണ്. അക്കാര്യം റോബർട്ട് ലാങ്ടന് ഉറപ്പാണ്. അത് കേട്ടപ്പോ മുത്തശ്ശി ഒന്ന് ചിരിച്ചു. ഹേയ് ലാങ്ടൺ, ഞാൻ ഉറപ്പിച്ചു പറയാം, അത് ഇവിടെയല്ല. റോസലിൻ ചർച്ചിൽ എത്തിയാൽ സകല രഹസ്യങ്ങളും കണ്ടുപിടിക്കാമെന്നാണ് ലാങ്ടനും അതുപോലെ സോഫിയും കരുതിയത്. പക്ഷെ ഇപ്പോ സോഫിയുടെ മുത്തശ്ശി പറയുകയാണ്, ആ സ്ഥലം ഇതല്ല. എത്രയോ കാലങ്ങളായി പ്രേറി സൂക്ഷിക്കുന്ന രഹസ്യം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ദൗത്യം ഴാങ് സുനീറിനായിരുന്നു. പക്ഷെ ഴാങ് സുനീർ അദ്ദേഹത്തിന്റെ ചെറുമകളെയും ചെറുമകനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ആ രഹസ്യത്തെ രഹസ്യമായി തന്നെ സൂക്ഷിക്കുകയായിരുന്നു. ആ രഹസ്യം ഇവിടെ ഈ റോസലിൻ ചർച്ചിന്റെ അടിയിലുള്ള ആ നിലവറയിലാണെന്നാണ് റോബർട്ട് ലാങ്ടന്റെ വിശ്വാസം. പക്ഷെ അത് കേട്ടപ്പോ മുത്തശ്ശി റോബർട്ട് ലാങ്ടനോട് പറഞ്ഞത് അത് ഇവിടെ അല്ല എന്നാണ്. മുത്തശ്ശി അങ്ങനെ പറഞ്ഞപ്പോ റോബർട്ട് ലാങ്ടൺ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, കൂടെ സോഫിയും. അവർ രണ്ടുപേരും ആ വീടിനടുത്തുള്ള പുൽത്തകിടിയിൽ അങ്ങനെ വന്നിരിക്കുകയാണ്. റോബർട്ട് ലാങ്ടന് ചേർന്ന് സോഫി അങ്ങനെ ഇരിക്കുകയാണ്. ലാങ്ടൺ സോഫിയോട് പറഞ്ഞു, ഞാൻ രാവിലെ മടങ്ങും, നമ്മളിനി എന്നാണ് കാണുക? അത് കേട്ടപ്പോൾ സോഫി റോബർട്ട് ലാങ്ടൺ ദേഹത്തോട് ചാരി ഇരുന്നിട്ട് അയാളുടെ കവിളിൽ നിന്ന് ചുംബിച്ചു. ഉറപ്പായും നമ്മൾ തമ്മിൽ കാണും. ഞാൻ US മടങ്ങുകയാണ്. US നിന്ന് ഞാൻ ഇനിയും പാരീസിലേക്ക് വരുന്നുണ്ട്. അപ്പോ ഉറപ്പായും സോഫിയെ ഞാൻ അറിയിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് റോബർട്ട് ലാങ്ടൺ സോഫിയുടെ അടുത്ത് നിന്ന് യാത്ര പറഞ്ഞു പിരിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോ പാരീസിലെ ഹോട്ടൽ മുറിയിൽ ഞെട്ടി ഉണർന്ന റോബർട്ട് ലാങ്ടൺ പെട്ടെന്ന് മുറി പൂട്ടി
പുറത്തിറങ്ങി. അയാൾക്ക് എന്തോ ഒരു ബോധോദയം ഉണ്ടായതുപോലെയാണ്. അയാൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന തിരിക്കാസ സ്വപ്നം കണ്ടാണ് അയാൾ ഞെട്ടി ഉണർന്നത്. ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയ റോബർട്ട് ലാങ്ടൺ നേരെ നടന്നെത്തിയത് ലൂവർ മ്യൂസിയത്തിനടുത്താണ്. ലൂവർ മ്യൂസിയത്തിലെ പ്രസിദ്ധമായ ആ പിരമിഡിന് അടുത്തേക്കാണ് റോബർട്ട് ലാങ്ടൺ ആ രാത്രിയിൽ നടന്നെത്തിയത്. ലൂവർ മ്യൂസിയത്തിലെ ആ പിരമിഡിന്റെ മുന്നിൽ റോബർട്ട് ലാങ്ടൺ എത്തുമ്പോൾ ആ വരികൾ ഒരിക്കൽ കൂടി അയാളുടെ മനസ്സിൽ പതിയുകയാണ്. കലാകുലപതികളുടെ മനോജ്ഞങ്ങളായ സൃഷ്ടികൾ നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥലത്ത് അവൾ ശയിക്കുന്നു എന്നാണ്. ബോട്ടിസെല്ലിയും മൈക്കൽ ആഞ്ചലോയും ഡാവിഞ്ചിയും എന്നുവേണ്ട വിശ്വവിഖ്യാതരായ അനവധി ആളുകളുടെ കലാസൃഷ്ടികൾ ഇവിടെ ഈ ലൂവർ മ്യൂസിയത്തിൽ അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. രണ്ട് പിരമിഡുകൾ, ഒരു പിരമിഡ് പാനപാത്രവും മറ്റേ പിരമിഡ് വായ്ത്തലയും, സ്ത്രീയും പുരുഷനും സംയോജിക്കുന്ന സ്ഥലം. അതാണ് കവാടം. ആ കവാടത്തിന് താഴെ അവൾ ശയിക്കുകയാണെങ്കിൽ മുകളിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ അവൾക്ക് കാണാം. നക്ഷത്രങ്ങൾ വിരിഞ്ഞു കിടക്കുന്ന ആകാശവും പാനപാത്രവും വായ്ത്തലയും ചേരുന്ന കവാടവും വിശ്വപ്രസിദ്ധരായ ആളുകളുടെ കലാസൃഷ്ടികൾ സമ്മേളിക്കുന്ന സ്ഥലവും, ഇതിനു പുറമെ പുരാതനമായ റോസലിന്റെ സാന്നിധ്യവും. അതെ, ഈ സ്ഥലത്തു കൂടിയാണ് പണ്ട് 0 ഡിഗ്രി കടന്നു പോയിരുന്നത്. പിന്നീടാണ് ഗ്രീനിച്ചൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. യാങ് സുനീറിന്റെ കവിതയിൽ സൂചിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു ചേരുന്ന സ്ഥലം. 1980 ഫ്രാൻസിസ് മിത്തറാങ് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സ്ഥാപിച്ച ആ മ്യൂസിയം, ലൂവർ മ്യൂസിയം, രഹസ്യങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ്. യാങ് സുനീർ യഥാർത്ഥത്തിൽ തിരിക്കാസയുടെ രഹസ്യം ഇവിടെ ആയിരിക്കുമോ സൂക്ഷിച്ചിരിക്കുക? സത്യത്തിൽ തിരിക്കാസയെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ അർത്ഥം എന്താണ്? സകലരും തിരിക്കാസയെക്കുറിച്ച് അന്വേഷിക്കുന്നത് തിരിക്കാസ മഗ്ദലന മറിയമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ? മഗ്ദലന മറിയത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കാനല്ലേ ആളുകൾ തിരിക്കാസ അന്വേഷിക്കുന്നത്? ആ ചിന്ത മനസ്സിലേക്ക് വന്നപ്പോ റോബർട്ട് ലാങ്ടൺ അറിയാതെ ഈ പിരമിഡിന് മുന്നിൽ മുട്ടുകുത്തുകയാണ്. ആ പിരമിഡിന് തൊട്ടു താഴെ മഗ്ദലന മറിയത്തിന്റെ ഭൗതിക അവശിഷ്ടം ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി റോബർട്ട് ലാങ്ടൺ തറയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ രാത്രി ആ നിശബ്ദതയിൽ അയാളൊരു ശബ്ദം കേട്ടു. ഒരു സ്ത്രീയുടെ ശബ്ദം. ശബ്ദം കേട്ട് ഞെട്ടലോടെ റോബർട്ട് ലാങ്ടൺ തല ഉയർത്തി നോക്കുമ്പോൾ ചുറ്റും ആരുമില്ല, അവിടേക്ക് ഒരു മനുഷ്യനുമില്ല. പക്ഷെ താൻ കേട്ടത് ഒരു സ്ത്രീയുടെ ശബ്ദമാണെന്ന് അയാൾക്ക് പൂർണ്ണ ഉറപ്പാണ്. ഇനി ആ ശബ്ദം സാക്ഷാൽ മഗ്ദലന മറിയത്തിന്റെ ശബ്ദമായിരുന്നു. ഡാൻ ബ്രൗണിന്റെ വിശ്വവിഖ്യാതമായ ഡാവിഞ്ചി കോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചരിത്രവും യാഥാർത്ഥ്യങ്ങളും സങ്കല്പവും എല്ലാം കൂടെ കൂടിച്ചേർന്നുള്ള അതിമനോഹരമായ ഒരു കലാസൃഷ്ടിയാണ് ഡാൻ ബ്രൗണിന്റെ ഡാവിഞ്ചി കോഡ്. വളരെ മനോഹരമായി ചരിത്ര സംഭവങ്ങളെ കഥയിൽ സന്നിവേശിപ്പിച്ച ഒരു മാസ്റ്റർ സൃഷ്ടി തന്നെയാണ് ഡാൻ ബ്രൗൺ ഡാവിഞ്ചി കോഡിൽ നടത്തിയിരിക്കുന്നത്. ആ കഥ നിങ്ങളോട് പറയാൻ ഇടവന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതുവരെ ഡാവിഞ്ചി കോഡിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. എല്ലാവരുടെയും കമന്റുകൾ പ്രതീക്ഷിക്കുന്നു.